ഹലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വന്നില്ലല്ലോ ബ്രദറെ, അന്ന് ചർച്ച എല്ലാ ദിവസവും തൂക്കാനും തുടയ്ക്കാനും വരുന്ന ഒരു സഹോദരിയാണ് ചർച്ചിൽ താക്കോല് കൊണ്ടുപോണത്. തലേ ദിവസം അവര് വരും, അവര് വന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് തലേ ദിവസം പോയി അവിടെ തൂത്ത് തുടച്ചിട്ട് എനിക്ക് തുടക്കുകയൊക്കെ ചെയ്യും. തൂത്ത് കസേരയൊക്കെ പറക്കിയിട്ട് ഒക്കെ കുറച്ച് ജോലിയുണ്ട്. അപ്പൊ അവര് വരൂല്ല എന്ന് വിളിച്ചു പറഞ്ഞ അതിന് ശേഷം വരുന്നതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വരാത്തത്. പിന്നെ ഇന്ന് വേറെ ദൈവകൃപയാല് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, അത് മതി. അതെ അതെ, ദൈവാനുഗ്രഹം മതിയല്ല, മനുഷ്യന് നമുക്ക് എന്ത് കിട്ടാനാ. അതെ അതെ. പിന്നെ ഈ വേറിട്ട ചിന്ത ഒരു ദൈവദാസൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ അങ്ങനെയൊക്കെ ആ മനുഷ്യന്റെ? അദ്ദേഹം എല്ലാരെയും വിമർശിക്കുകയാണ്. അദ്ദേഹം എന്ത് പറയണമെന്നില്ല അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. എന്താ അങ്ങനത്തെ ഒരു സ്വഭാവം, വേറിട്ട ഒരു ചിന്തയായിട്ട്? അത് വേറിട്ട പറയണം. പറഞ്ഞോ. ബൈബിൾ പറയുന്നതിന് വ്യത്യസ്തമായി തന്നെയാണല്ലോ വേറിട്ട ചിന്തകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം വചനത്തെയാണ് വ്യാഖ്യാനിക്കുന്നത്. പുരോഹിതന്മാര് പറയുന്ന വചനത്തെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്, അതായത് മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്ന് ബോധ്യമാകണമെങ്കിൽ ഇദ്ദേഹത്തിന് ശരി അറിയണം. എന്നിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. അതെ, ശരി പറഞ്ഞു കൊടുത്തിട്ടും യെശയ്യാപ്രവാചകനിൽ 25 വ്യക്തമായി പറഞ്ഞു, യഹോവ തന്നെ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കും, അവൻ നിങ്ങളുടെ ദൈവം തന്നെ എന്നുള്ള വാക്യങ്ങൾ ഞാൻ കൊടുക്കുകയാണ്. ആ ദൈവം തന്നെ ഇറങ്ങി വരും എന്ന് പറയും. ഒരു മർമ്മം കൂടെ അയാൾക്ക് പറഞ്ഞു കൊടുത്തില്ല, ഞാൻ ബ്രദറിന് പറഞ്ഞുതരാം. ഏദൻ തോട്ടത്തില് പാപപരിഹാരത്തിന് ഇറങ്ങി വന്നത് ദൈവം തന്നെയല്ലേ ഇറങ്ങി വന്നത്? ദൈവത്തിന്റെ രീതി, എബ്രായ ലേഖനം 13:8 പറഞ്ഞ യേശുക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ല, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലെന്നാ. അപ്പൊ ഒരിക്കൽ പാപപരിഹാരത്തിന് ദൈവം ശരീരധാരിയാണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് ദൈവം നടന്ന കാലൊച്ച അവിടെ കേട്ടത്. അത് പച്ചക്ക് വെച്ചിരിക്കുകയാണ് അവിടെ. പക്ഷെ ഇതുപോലെ മന്ദിരത്തിൽ വന്നു, ശരീരത്തിൽ വന്നു, പുത്രൻ നിന്നെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം, ആത്മാവായ ദൈവം അവിടെയും ശരീരധാരിയായി വന്നപ്പോഴാണ് ദൈവം നടന്നപ്പോൾ കാലൊച്ച കേട്ടു. അപ്പൊ ആ ശരീരത്തിൽ വന്നിട്ട് അവിടെയും പാപത്തിന് പരിഹാരം. ആ ഏദൻ തോട്ടത്തിൽ ഒരു കുഞ്ഞാടിന് അല്ലെങ്കിൽ ഒന്നിനെ അറുത്ത് രക്തം ചിന്തി അതിന്റെ ഉടയാട്ടെടുത്ത് ഉടിപ്പിച്ചത് ദൈവമാണ്. അതേ ദൈവം തന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ മന്ദിരത്തിൽ വന്നു, അവിടെയും മന്ദിരത്തിൽ വന്നു, ശരീരത്തിൽ വന്നു, ഇവിടെയും ശരീരത്തിൽ വന്നു. ദൈവം അല്ലാതെ വേറൊരുത്തണ്ട് ഭൂമി സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ദൈവത്തെ പോലെ നീതിമാനുള്ളത് ആരുണ്ട്? നീതിമാനെന്നല്ല, വിശുദ്ധൻ അല്ലെങ്കിൽ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ച, നീതിമാനെന്ന് ഉപയോഗിക്കണ്ട, വിശുദ്ധൻ എന്ന് ഉപയോഗിക്കണ്ട. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം പരിശുദ്ധൻ 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 എന്ന് എഴുതി വയ്ക്കുമ്പോ ആ പരിശുദ്ധന് മാത്രമേ പാപം മോചിക്കാനുള്ള അധികാരമുള്ളൂ. അന്ന് ഇറങ്ങി വന്ന അതേ പരിശുദ്ധൻ തന്നെ ഇവിടെ ശരീരത്തിൽ വന്നു. മനസ്സിലാവാത്തവനും പൊട്ടനെന്നും വേശ്യെന്നും വേശ്യയുടെ പുത്രനെന്നും ബേൽസബൂലെന്നും കല്ലെറിഞ്ഞു മുഖത്തടിച്ചു എല്ലാം ചെയ്തു. എന്നിട്ട് അവനും കൂടെ വേണ്ടിയിട്ട് ഈ യേശു ക്രിസ്തു മരിച്ചാലേ അവന്റെ രക്ഷ കിട്ടുള്ളൂ. അങ്ങനെ ഇറങ്ങി വന്ന കാര്യം ഞാൻ അയാളോട് പറയണ അതിനകത്ത്. ദൈവം തന്നെ ഇറങ്ങി വരും. നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ ഇതാ തന്റെ മന്ദിരത്തിലേക്ക്. അവിടെയാണ് തെറ്റിപ്പോണത്. ഇവര് വരച്ച് യെരുശലേം ദേവാലയത്തിൽ വരുമെന്ന്. മന്ദിരം വെച്ചാൽ നമ്മുടെ ശരീരം, ദൈവത്തിന്റെ മന്ദിരം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ മണ്ടൻ ചെയ്തെന്നു ഞാൻ ഈ പറഞ്ഞതിന് അതുപോലെയുള്ള കാര്യം കൂടെ അവിടെ കൊണ്ടിട്ടിരിക്കണ്. അത് കണ്ടിട്ട് എന്നെ ഒരാള് വിളിച്ച് ഇത്രയൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഒരുപാട് ദൈവദാസന്മാരുമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ തർക്കിച്ച് വേറിട്ട ചിന്തയിൽ കൂടെ കൊണ്ടുവന്നു. എന്തൊരു വേറിട്ട ചിന്തയാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് അതിൽ കണ്ട ഒരാള് പറയാണ്, പാസ്റ്റേ നിങ്ങൾ പറഞ്ഞ ശരിയായ വചനം, യഹോവ തന്നെ വരും, അവൻ ദൈവം തന്നെ വന്ന്, അവൻ യഹോവ തന്നെ, ഇതെല്ലാം പറഞ്ഞിരിക്കണം. ആ വചനം അദ്ദേഹം അതല്ലാന്ന് കാണിക്കണമെങ്കിൽ ആ വചനം ഇടാതെ വേറെ എന്തെങ്കിലും കൊണ്ട് കാണിക്കണം. അദ്ദേഹം ആ വചനങ്ങൾ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ പറഞ്ഞ വചനങ്ങൾ. അത് കണ്ടിട്ട് ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നു എന്നെ, ഇതല്ലേ ശരി എന്ന് പറഞ്ഞു. കണ്ട, അയാള് ദുരുപദേശത്തിന് വേണ്ടി ഇട്ടതാണ്, അതിനകത്തൊന്നും ശരി കണ്ടെത്തുന്നു. ഇതാണ് കർത്താവ്. എന്താണ് ഈ മനുഷ്യന്റെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വചനം കയ്യിലിരിക്കുന്നെങ്കിൽ അതിന്റെ ശരിയായ മർമ്മങ്ങളെ പിതാവിനോട് ചോദിച്ചാൽ പിതാവ് ശരിയായ ഉത്തരം കൊടുക്കുന്നു. നമ്മൾ കീഴ്പ്പെടുക, അനുസരിക്കുക, വചനം പാലിച്ച് അനുസരിക്കുക, കീഴ്പ്പെടുക എന്നാണ്. അപ്പം നമ്മുടെ വചനത്തിന്റെ സാമ്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഇയാള് ദൈവപുത്രൻ എന്ന് വെച്ചാൽ എന്തെന്ന് എന്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവാത്മാവ് വഴി, റോമർ 8:14 പറയുന്നത് ദൈവാത്മാവ് വഴി നടത്തുന്നതാണ് ദൈവത്തിന്റെ പുത്രൻ. ഉടൻ പറയാണ് ആ വചനമൊക്കെ കൊണ്ടുവന്ന് കളാം, അതൊന്നും എനിക്ക് പറയണ്ട, വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വചനമല്ലേ നിങ്ങൾക്ക് പറയാൻ തെളിയിച്ചു തരാണ്ട്. എന്നാൽ 3-ാമത്തെ ദിവസം വിളിച്ചപ്പോഴാണ് അയാൾ റെക്കോർഡ് ചെയ്തിട്ടത്. അന്ന് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ മുമ്പ് വചനം തന്നപ്പോൾ നിങ്ങൾ അതിനെടുത്ത് കളയാൻ പറഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ ദൈവവചനം സംസാരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരന് ഞാൻ സംസാരിച്ചെടുത്ത് ഇട്ട് കൊടുത്ത്. അയാളത് മൊത്തം കേട്ടിട്ട് എന്നെ വിളിച്ച്, അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഇയാൾ സംസാരിച്ചു ബ്രദറെ നിങ്ങൾ പറഞ്ഞതാണ് ശരി, അദ്ദേഹത്തിന് എന്തത് മനസ്സിലാവണില്ല എന്ന്.
അതെ, മനസ്സിലാകത്തില്ല. ഇങ്ങനെയുള്ളവര് നമുക്ക് അവരോട് ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതെ അതെ വിട്ടൊഴിയും. ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വിചാരിച്ചു ഒരിക്കൽ വിളിച്ചിട്ട് സമാധാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നുമില്ല. മുത്തെടുത്ത് ദുഷ്ടന്റെ മുമ്പ് ഇടാൻ പാടില്ലെന്നും പറയുന്നു. മനസ്സിലാവണമെങ്കിൽ ഇതിനു മുമ്പേ മനസ്സിലാവേണ്ടതാണ്. അതെ, ഇത് ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. കാരണം നമ്മുടെ ആത്മാവിന് ക്ഷതമുണ്ടാകും. അതെ അതെ അതെ. നമ്മുടെ വിശ്വാസത്തിനെ തെറ്റിക്കുവാനുള്ള ദുരാത്മാ തന്ത്രങ്ങളാണ്. പിശാച് തന്നെ പറയുന്നുണ്ട്, ഭൂതങ്ങളും പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. അതെ, ഏക പരിശുദ്ധനെന്നും ദൈവം മാത്രം പരിശുദ്ധനെന്നും പറയുന്നു. ദേ പരിശുദ്ധാത്മാവിനെ യവന്മാര് 3 വെച്ചിരിക്കുന്നത്. ആത്മക്കണ്ണ് അടഞ്ഞു പോയിരിക്കുകയല്ലേ. പരിശുദ്ധ ആത്മാവ് ഒന്നാണ്. ദൈവമാത്മാവ്, ആ ദൈവം തന്നെ. അതാണ് കന്യക ഗർഭിണിയായപ്പോൾ വന്ന ദൈവം, പിതാവ് ദൈവം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ യവന്മാര് പറഞ്ഞ പ്രകാരം യേശുവിന് 2 പിതാവ്. അപ്പൊ ജാരസന്തതിയാ? 3ാമത്തെ ആളും പിതാവ്. എന്നെ അറിയുന്നവൻ എന്റെ പിതാവിനെ അറിയുന്നു, എന്നെ കണ്ടവൻ പിന്നെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ വേറെ ആരാ? പിന്നെ വേണ്ടുണ്ട്. എന്നെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് വെച്ചാൽ ഞാൻ ഈ പുത്രൻ ശരീരത്തിൽ വന്നിരിക്കുന്ന ഞാൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് നിത്യജീവൻ. 3 പറയുന്നവനെ എവിടെ നിന്ന് നിത്യജീവൻ കിട്ടുന്നത്? അല്ല, ഇന്ന് ബ്രദറൻ സഭയിലും, ഞാൻ ബ്രദറൻ സഭയിലായിരുന്നു വെച്ചോണ്ടിരുന്ന, ബ്രദറൻ സഭയിലും സുവിശേഷനുമായിട്ട് ഞാൻ തർക്കിച്ചു. പുള്ളി പറയുകയാണ്, ഇവനെന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുന്നു. അപ്പൊ പിതാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ശരീരം ആയിരിക്കുന്നതാണ് യാഗത്തിനുള്ള ശരീരമാണ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്ന 3 ഞാൻ തന്നെയാ. ഞാൻ തന്നെയാണ് ഇത് 3ന്റെയും പ്രവർത്തകൻ എന്നവിടെ വെളിപ്പെടുത്തുമ്പോൾ പിന്നെ നമ്മൾ വേറൊരു പിതാവിനെ അന്വേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യദൈവം എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ അത് ശരിയായ പോയിന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് യഥാർത്ഥം ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, പിന്നെ പിതാവ് വേറെ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഇതൊക്കെ ഒരു ചിന്തയിലായി. എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പൊ 58 വയസ്സായി, 45ാമത്തെ വയസ്സിലാണ് കാര്യം മനസ്സിലാവുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് കാര്യം പിടികിട്ടുന്നത്. അതിനു മുമ്പ് ഭയങ്കര ബൈബിൾ തൊട്ട് തന്നെ ഓടി നടന്നു, പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു. പിടികിട്ടിയില്ല. ഇത് ശിഷ്യന്മാരുടെ മേലൊരു ഊതുന്ന ഒരു ഇതുണ്ട്. അതെ അതെ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളും, നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നു അവർക്ക് നിർത്തപ്പെടും, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നവർ മോചിക്കപ്പെടും. അപ്പൊ അവരുടെ മേൽ ഊതിയത് എന്താ? പരിശുദ്ധാത്മാവാ. അപ്പൊ പിന്നെ ആരിൽ അടങ്ങിയിരിക്കുന്നു? അവിടെയും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതുമല്ല, ഊതിയത് ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ വന്നിട്ടില്ല, മുദ്രയിട്ടില്ല. എങ്കിൽ പിന്നെ ഈ ഊതി പ്രാപിച്ചവര് പിന്നും മാളികമുറിയിൽ പോയിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ ഒരു അഭിഷേകം, ശരിയായ രീതിയിൽ വഴി നടത്തുന്നതിന് ഒരു അഭിഷേകമാണ് അവിടെ കൊടുത്തത് അവരുടെ മേൽ. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിനെന്ന് പറഞ്ഞു. അത് പ്രാപിപ്പിനെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു, ഊതിയിട്ടാ പറയുന്നത്. അതെ അതെ അതെ, പ്രാപിക്കും. അത് പിന്നീടാണ് ലഭിക്കുന്നത്. അതെ അതെ, ആദ്യം ഒരു മുൻമഴയോ, ഇപ്പോഴൊരു മുൻമഴയും പിന്മഴയും ഉണ്ടാവും. അതെ അതെ, പിന്നീടാണ് പ്രാപിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഞെരുക്കമുണ്ട്. അതെ, ഞെരുക്കത്തിൽ കൂടെയാണ് നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടതെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ സത്യം. അപ്പൊ നമുക്ക് ഞെരുക്കവും ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് മുട്ടുകുത്തി യാചിച്ച് അപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവം നമുക്ക് കൃപ തരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതാ അതിന്റെ ഒരു പ്രതിസന്ധി. പക്ഷെ നിങ്ങളുടെ ഈ ഈ സന്ദേശങ്ങള് വളരെ നിങ്ങളെ നിർത്തരുത്. അനേകർക്ക് അത് ഉപയോഗപ്പെടും. സത്യം എന്താണെന്ന് അവർ ഓരോരുത്തർ തിരിച്ചറിയട്ടെ. പിന്നേക്കാളും നല്ല സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ കുടിത്തോട്ടത്തിന്റെ വിഷയം ഞാൻ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ്. പിന്നെ ദൈവികമായിട്ട് എത്ര പേരാണ് എങ്ങനെയാണ് ദൈവത്തിനോട് അടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ വചനത്തിൽ തന്നെ പറയും, മുക്കിൽ ജീവശ്വാസമുള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കരുതെന്നും കൂടെ തിരുവചനത്തിലുണ്ട്. അപ്പൊ വിശ്വാസം ദൈവത്തിലായിരിക്കണം പരിപൂർണമായ. പിന്നെ കാപ്പി കുടിച്ചോ? ഇല്ല ഇല്ല, ഞാൻ രാവിലെ ഒരു ബോർഡ് തയ്യാറാക്കുന്നു. അടുത്ത് ഈ വരുന്ന ഞായറാഴ്ചയുടെ അതിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. ദൂരെ മുണ്ടക്കയത്ത് നിന്നൊക്കെ വരുന്നുണ്ട്, സ്നാനപ്പെടാനായിട്ട് വരുന്നുണ്ട്. അവർ യേശുനാമ സഭയിൽ പോയ ആൾക്കാരുണ്ട്, ബ്രദറിൽ പോയ ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരൊക്കെ വരുന്നത്. അപ്പം പുതിയൊരു വിഷയം പഠിപ്പിച്ചു തുടങ്ങിയാണ്. ഈ കാലത്ത് ആരാണ് ക്രിസ്തുവിന്റെ മണവാട്ടി? യേശു വന്നപ്പോ യേശുവിനെ അനുസരിച്ചവർ മാത്രമാണ് ആ കാലത്തിന്റെ മണവാട്ടിയാവുള്ളൂ, അല്ലെ? നോഹയുടെ കാലത്ത് നോഹ പറഞ്ഞത് കേട്ടവർ മാത്രം. അത് കുറെ കഴിയുമ്പോൾ നോഹ പറഞ്ഞ് ഞാൻ അനുസരിക്കാം, ഞാൻ ഒരു ബോട്ട് ഉണ്ടാക്കി വെക്കാം, പിന്നെ രക്ഷയില്ല. ആ സമയം ഒരു പീരീഡ് ഉണ്ട്. ഓരോ വ്യക്തികളെ, അതാണ് ഇപ്പം ബ്രദർ നേരത്തെ പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് പറഞ്ഞാൽ ഓരോ കാലത്തും ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം അയക്കുന്ന പുരോഹിതൻ ആരാണോ, യേശുക്രിസ്തു മഹാപുരോഹിതനാണ്.
ആ സമയത്ത് ആ പുരോഹിതനെ കേൾക്കണം എന്നത് ദൈവ ഇഷ്ടമാണ്. അതാണ് യേശുവിന്റെയും പറഞ്ഞത്, അഭിഷേകം സ്നാനപ്പെട്ട് അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രാപിച്ചോ ഇനി അവനിലൂടെ പറയുന്നത് ദൈവമാണ്. ഇപ്പൊ നോഹയെ വിളിച്ചപ്പോഴും നോഹയോട് സംസാരിച്ച ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ഓരോ സംഭവിച്ചത്. അത് മോശയിലൂടെ രാജാക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്റ്റലന്മാർ ഇവരിലൂടെ എല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ ദൈവ ശബ്ദം വചനം വിശ്വസിച്ചപ്പോൾ അവരുടെ നാവിലൂടെ അത് ശക്തി പുറപ്പെട്ടു വന്നു. അതുപോലെ യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവന് എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് പറഞ്ഞാൽ ഇനി ഇവനിലൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ വെളിപ്പാട് ഓരോ കാലത്തും ദൈവത്തിന്റെ ജനം കേൾക്കണം. ആരാണോ കേൾക്കുന്നത് അവൻ മാത്രമാണ് ആ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. യേശു വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ആവർത്തന പുസ്തകം 18:18 വായിച്ചാൽ അവിടെ പറയുന്നു, മോശയോട് പറയണേ, മോശയെ നിന്നെ പോലെ അവരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെ ഒരു സഹോദരനെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന്റെ നാവിന്മേൽ ഞാൻ എന്റെ വചനങ്ങളെ ആക്കും. ദൈവം പറയാണ്, അന്നാലും ഞാൻ അവരോട് പറയുന്ന എന്റെ വചനം ആരെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. ബ്രദറിന് വാട്സപ്പ് ഇല്ലാത്തോടെ ഞാൻ ഇട്ടുതരാത്തത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വിഷയം ഇതായിരുന്നു. ഞാൻ ചർച്ചിലെടുത്ത വിഷയം പുതിയ 2 ഫാമിലി പുതിയ സന്ദേശം കൊടുക്കണം. കാരണം എന്ന് വെച്ചാല് കേട്ടാലും കേട്ടില്ലെങ്കിലും നല്ല ഞാൻ ഇന്നുവരെ ആരെയും വിളിച്ച് ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ആ പിന്നെ ഈ വേറിട്ട ചിന്തകളുള്ള ആ മനുഷ്യന്റെ ആ തർക്ക വിഷയങ്ങളിൽ കൂടെയൊക്കെയാണ് നിങ്ങളൊന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ പറയാം. അപ്പം കർത്താവ് ഓരോ കാലത്തും വിളിച്ച് വേർതിരിക്കുമ്പോ ഇപ്പൊ യഹോവയുടെ ഇഷ്ടം മശിക വരുമ്പോൾ കേൾക്കണമെന്നായിരുന്നു ആവർത്തന പഴയ നിയമത്തില്. അപ്പൊ യഹോവയുടെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞറിയണം. ഓരോ കാലത്തിലും ഇംഗ്ലീഷ് പറഞ്ഞ പെർഫെക്റ്റ് വില്ലും ഫ്രീ വില്ലും, അതായത് കഠിനമായ നിലനിൽക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. എന്നാ പിന്നെ ആയിക്കോ. നമ്മൾ ഇന്നിപ്പോ ഒരു കുഞ്ഞ് എന്തെങ്കിലും പറയുമ്പോ അത് ചെയ്യരുത്, ഇതാണ് ശരി എന്ന് കുറെ കിടന്ന് അനുസരണം കേട്ട് വിളിക്കാൻ കഴിയും. എന്നാ പിന്നെ എന്ന് പറഞ്ഞാൽ അത് ദോഷമാണ്, അവന്റെ നിർബന്ധമാണ്. അത് പെർമിറ്റ്. അപ്പൊ ഏതും തൊട്ട് നന്മ വെച്ചു, ഇങ്ങനെ ചെയ്യാവോ, ഇതേ തിന്നാവോ, മറ്റത് തിന്നരുത് എന്ന് പറഞ്ഞു. ഈ തിന്നരുത് എന്നത് പക്ഷെ എന്താണ്, അനുസരിക്കാതിരിക്കാൻ. അത് തിന്നരുത്. അവൻ പോയി തിന്നപ്പോ എന്ത് പാപത്തിൽ മരിച്ചു. അതുപോലെ ആദ്യം മുതൽ ഇന്ന് വരെ ദൈവം ചോയ്സ് വെക്കുന്നുണ്ട്, നന്മയും തിന്മയും. ഇപ്പൊ നോഹ ചെന്ന് പറഞ്ഞ ജലപ്രളയം, നോഹയും കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെയല്ലേ മറ്റോമാരെ മുക്കിക്കൊന്നത്. ദൈവം മനഃപൂർവ്വം വന്നത്. ദൈവം ആരെങ്കിലും കൊല്ലുവോ? ദൈവം ജീവനാണ് വെക്കുന്നത് ആദ്യം. ആ വചനം അനുസരിക്കുന്നവൻ ജീവനിലേക്കും തിരസ്കരിക്കുന്നവൻ മരണത്തിലേക്കും പോവുകയാണ്. അപ്പൊ ദൈവം അതുപോലെ തന്നെ ഏദൻ തോട്ടം മുതല് അപ്പൊ യേശുവിന്റെ പഴയ നിയമത്തിലെ യഹോവയുടെ ഇഷ്ടം മശികയെ കേൾക്കണമെന്ന്. മശിക വന്നപ്പോ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, മോശ പറഞ്ഞത് മതിയെന്ന്. മോശ പറഞ്ഞപ്പോ കേൾക്കാത്തവന്മാരുടെ തലമുറയിൽപ്പെട്ടവരാണ് യേശുവിന്റെ കാലത്ത് പറയുന്നത് ഞങ്ങൾക്ക് നിന്നെ വേണ്ട. വാസ്തവത്തിൽ അവന്മാർ മോശ പറഞ്ഞ പുസ്തകം പഠിച്ചിരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരായിരുന്നു എങ്കിൽ ആ വാക്യം കിട്ടും. മശിക വരുമ്പോൾ അവനെ കേൾക്കണം. കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കും, അവൻ കുരുടന് കാഴ്ച നൽകും, ബദ്ധന്മാരെ വിടുവിക്കും, മുടന്തൻ മാൻപേട പോലെ ചാടും. ഇതൊക്കെ യേശു വരുന്ന സമയത്തുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നതാണ്. യവന്മാരുടെ മുമ്പല്ലേ ആ മുടന്തൻ അഴിച്ചു നടന്നത്. അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്നവനൊക്കെ. അപ്പൊ അത് കാണുമ്പോഴെങ്കിലും യവന്മാർ വിചാരിക്കാത്തത് ഈ അടയാളങ്ങളെല്ലാം പറഞ്ഞിരുന്നത് മശിക യഹോവ രക്ഷകൻ വരുമെന്നാണല്ലോ, നമുക്ക് അവനെ കേൾക്കാം എന്ന് കരുതിയില്ല അവന്മാരെന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ മതി എന്ന്. അപ്പൊ മോശ മതി എന്ന് അതാണ് അതാണ് ഞാൻ ഈ വരുന്നതിന്റെ അടുത്ത ഞായറാഴ്ച പോലെ പഠിപ്പിക്കുന്നത്. ഈ കാലത്ത് ആരാണ് മണവാട്ടി എന്ന് അറിയാൻ. അപ്പൊ ഓരോ കാലത്തും ദൈവം അയക്കുന്ന മനുഷ്യനെ ഇവനെ കേൾക്കണം എന്നത് ദൈവ ഇഷ്ടം. അപ്പൊ ആ കാലത്തുള്ള ജനം ആ മനുഷ്യൻ വന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മനുഷ്യ ശരീരത്തിലൂടെ ആ വ്യക്തി സംസാരിക്കുമ്പോൾ 99% ആ കാലത്തുള്ളവർ പറയും ഞങ്ങൾക്ക് പഴയത് മതി, ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്ന് പറയും. അതുപോലെ തന്നെ യേശുവിന്റെ കാലത്ത് യേശുവിനെ കേൾക്കാത്തവരെല്ലാം മരിച്ചുപോയി എന്ന് നമുക്കിന്ന് വചനം വായിക്കുമ്പോൾ അറിയാം, അല്ലേ? പക്ഷെ യേശു പോകാൻ സമയത്ത് വീണ്ടും ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും. അപ്പൊ അപ്പോസ്തലന്മാരെ അയച്ച് അവരെ മാളിക മുറിയിൽ നിന്ന് കൂടിയിരുന്ന് ശക്തി ധരിച്ച ശേഷമേ ഇറങ്ങി പോകാവൂ. അങ്ങനെ വന്ന് പറയുന്ന ഇവരെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, ഇവനെ തള്ളുന്നവൻ എന്നെയും എന്നെ അയച്ചവനെയും തള്ളുന്നു. അപ്പോസ്തലനെ തള്ളുന്നത് മരണകരമായ പാപം എന്നും യേശു തന്നെ പറഞ്ഞു. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ് ഇതൊരു യാത്രയാണ്. ഒരു ഉദാഹരണം, 100 കിലോമീറ്റർ യാത്ര ഫിനിഷിംഗ് ആണ്, റാപ്ചറാണ് 100ാമത്തെ കിലോമീറ്റർ എങ്കിൽ ആദ്യത്തെ 40 കിലോമീറ്റർ, അതായത് 4000 വർഷമായപ്പോൾ യേശു വരുന്നു. ആദ്യത്തെ 40 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് കർത്താവ് വന്നു. 6000 വർഷമാണ് ഇരിക്കുന്നത്. 6000 വർഷത്തില് 4000 വർഷമായപ്പോഴത്തേക്ക് യേശു വന്നു.
അതുവരെ യഹോവ വഴി നടത്തി. യഹോവ പലരിലൂടെയും വഴി നടത്തിയപ്പോൾ കേൾക്കാത്തത് കൊണ്ടാണ് പലതവണ കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ മാറോട് ചേർക്കുന്നത് പോലെ നിന്നെ എന്റെ മാറോട് ചേർക്കാൻ എത്ര വട്ടം എനിക്ക് കൊതിയായിരുന്നു എന്നാണ്. യേശു എവിടെയാണ് കൊതി കാണിച്ചത്? യഹോവയെ ദൈവമല്ലേ കൊതി കാണിച്ചത്, ഓരോരുത്തരും മാറി മാറി അയച്ചത്. അപ്പൊ ആ യഹോവയായ ദൈവം തന്നെ ശരീരത്തിൽ വന്ന് പറയാൻ എനിക്ക് എത്ര വട്ടം കൊതിയായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. അപ്പൊ അതേ ശരീരത്തിൽ വന്നിരിക്കുന്ന ആ പഴയ നിയമത്തിലെ യഹോവ തന്നെ. യഹോവ വന്നപ്പോ അവരൊന്നും ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. അതേ അടുത്ത് മോശ ഇതങ്ങനെ ചിന്തിക്കുന്നില്ല. ബ്രദർ, ഞാനിത് ഒരു ചെയിൻ പോലെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വരണേന്റെ അടുത്ത ഞായറാഴ്ച പോലെ ഇനി ഇതാണ് ക്ലാസ്. സിമ്പിൾ ആയിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടി പോലും യഹോവ വേറെ യേശു വേറെ എന്ന് തന്നെയാണ് അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ, യേശു പോകാൻ സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന പ്രയോജനം പരിശുദ്ധാത്മ വരുമ്പോ കേൾക്കണമെന്ന്. ഇന്ന് പരിശുദ്ധാത്മ വന്നപ്പോ ഇവരെന്ത് പറയുന്നു? ഞങ്ങൾക്ക് പത്രോസ് പറഞ്ഞതൊന്നും വേണ്ട, അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾക്ക് യേശു പറഞ്ഞത് മതി. പത്രോസിലൂടെ യേശു പറഞ്ഞു പോകുന്നതിന് തൊട്ടും അവസാനത്തെ ഒരു കൽപ്പനയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടും. നാമങ്ങളിൽ എന്നല്ല, ഒറ്റ നാമത്തിൽ. അത് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാരും എന്ത് ചെയ്യണം? അവർ നേരെ യേശു അടുത്ത് പറഞ്ഞു, തൊട്ട് താഴെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ, അതായത് ചെയ്യുവാൻ തക്കവണ്ണം ഉപദേശിച്ചിട്ട് വേണം സ്നാനപ്പെടുത്തി ശിഷ്യരാക്കാൻ. അപ്പൊ ഇവർക്കൊന്നും ഉപദേശിക്കാൻ അറിയില്ല. കാര്യം ബ്രദർ പറഞ്ഞല്ലേ, എല്ലാം വഴിവെക്കി കടന്നവരും, മീൻപിടുത്തക്കാരും ചുങ്കക്കാരും ഭാവികളും ആയിരുന്നു. ഇവർക്ക് ദൈവിക വെളിപ്പാട് ഉപദേശിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാളികമുറിയിൽ കൂടിയിരുന്ന് ശക്തി ലഭിക്കുമ്പോൾ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ആ ശക്തി ധരിച്ച ശേഷം ആണ് ഇറങ്ങി പുറപ്പെടാൻ. അവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനാണ് ദൈവത്തിനുള്ളവൻ. അങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോ അപ്പോസ്തലർ പ്രവൃത്തി 2:36 അവരുടെ ഒരു മർമ്മം പറയാണ് യഹൂദന്മാരോട്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശു ഇപ്പോൾ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. ഇത് കേട്ടാറേ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്തുകൊണ്ട്? പഴയ നിയമത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ മശിഹ യഹോവ രക്ഷകൻ തന്നെ ആയിരുന്നു ഇവിടെ വന്നത്. അവൻ ഇപ്പോൾ കർത്താവും ക്രിസ്തുവും. കർത്താവ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ മനുഷ്യർക്ക് ഒരു കർത്താവിനെ അറിയാവൂ, അത് ദൈവമായ കർത്താവ്, യഹോവയായ കർത്താവ്. അവൻ തന്നെ ഇപ്പൊ തിരികെ പ്രവേശിച്ചിട്ട് അവൻ ഇപ്പൊ കർത്താവും ക്രിസ്തു എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു. ഇത് കേട്ടാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോ അവർ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ അവിടെ പത്രോസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പൊ യേശു പറഞ്ഞിട്ട് പോയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. ഇത് 3 വ്യക്തികളെന്ന് പറഞ്ഞിട്ട് 3 ആണെങ്കിൽ ദൈവത്തിന് ഗ്രാമർ പഠിപ്പിക്കേണ്ട. യേശുവിടെ എന്തു നാമങ്ങളിൽ എന്ന് പറയുമായിരുന്നു. അവിടെ നാമത്തിൽ എന്ന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ പിതാവിന്റെ സ്ഥാനത്തും പുത്രന്റെ സ്ഥാനത്തും പരിശുദ്ധാത്മാ സ്ഥാനത്തും വന്ന ഒരുവനാണെന്നും ആ ഒരുവന്റെ നാമം പിന്നത്തേതിൽ വെളിപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മ ലഭിച്ച് വെളിപ്പെടുത്തുമ്പോൾ ആ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടതെന്നാണ് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴത്തേക്ക് യേശു പിതാവിനെ എന്താ വിളിച്ചത്? കർത്താവെ, ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ പഴയ നിയമത്തിൽ പിതാവിനെ എന്ത് പേര് വിളിച്ചു എന്ന് നമ്മൾ ഇപ്പൊ നോക്കണ്ട. ഇതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഓരോ കാലത്തുള്ള ജനം എന്ത് പഠിക്കണമെന്നത് ആ കാലത്ത് ദൈവം ഉപയോഗിച്ച മനുഷ്യൻ എന്തു പറയുന്നു അത് കേൾക്കുന്നവനാണ് ആ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. പഴയ നിയമത്തിൽ മോശ പറഞ്ഞത് മതി, യേശു പറഞ്ഞത് മതി, ന്യായാധിപൻ പറഞ്ഞത് മതി, നോഹ പറഞ്ഞത്, മോശ, ആ കാലം എല്ലാം കഴിഞ്ഞുപോയി. പുതിയ നിയമത്തിൽ ഇതാണ് മോശ വഴി നടത്തിയപ്പോ അന്നെന്നുള്ള മഞ്ഞയാണ്, അന്നെന്നുള്ള മഞ്ഞാണ്. ഇന്നലത്തത് പൊഴുത്തു പോവും. വെളിപ്പാട് മാറി മാറി വരും. അത് ദൈവം ഓരോ കാലത്ത് മാറി മാറിയല്ല, വെളിപ്പാട് ഓരോ കാലത്ത് ദൈവം വെളിപ്പെടുത്തുന്നത് എന്താണോ ആ വെളിപ്പാടിൽ നിൽക്കുമ്പോഴാണ് ദൈവം തന്റെ സഭയെ വെളിപ്പാടിൽ കിട്ടുന്നത്. മനുഷ്യർ മുഴുവൻ പഴയതിലേക്ക് പോയിട്ട് ഇത് ജീവിക്കുന്ന യേശുവല്ലേ, ജീവിക്കുന്ന ദൈവമല്ലേ, യഹോവയല്ലേ ഞങ്ങളുടെ ദൈവം, അത് തന്നെയല്ലേ ശരീരത്തിൽ വന്നത്. അവൻ തന്നെയല്ലേ പോയിട്ട് അപ്പോസ്തലന്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നത്. 3 വ്യക്തി അല്ലല്ലോ. ഈ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറഞ്ഞു വെച്ചാൽ അത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു സംസാരിച്ച ദൈവമെന്ന് യേശു തന്നെ പറഞ്ഞു. പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല, പിതാവ് സംസാരിക്കുന്നത് അല്ലാതെ പുത്രൻ സംസാരിക്കുന്നില്ല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ പുത്രൻ എന്ന് പറഞ്ഞ കന്യകയിലെടുത്ത വെറും ജഡശരീരം ചലിക്കണമെങ്കിൽ, ആ ശരീരം ചലിക്കണമെങ്കിൽ അകത്ത് ജീവനുള്ള ആത്മാവ്, അതാണ് ദൈവം. അതുപോലെ പത്രോസിലും അപ്പോസ്തലന്മാരിൽ ഇരുന്ന് സംസാരിച്ച് ഇതേ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവം തന്നെയാണ് സംസാരിച്ചത്.
ആമേൻ. അപ്പൊ അപ്പൊ പുതിയ നിയമത്തിൽ യോഹന്നാൻ 17 ഇത് പറയാനാണ് ഞാൻ അങ്ങോട്ട് വരായിരുന്നത് ബ്രദറിനോട്. ഈ ഒരു കാര്യം സ്നാനം എന്ന വിഷയം ഞാൻ ജസ്റ്റ് ഇതിലോട്ട് പറഞ്ഞുതരാം. ബ്രദറിന് വായിക്കാനും പെട്ടെന്ന് സ്പീഡില്ലാത്തതുകൊണ്ട് വചനം പറയുമ്പോൾ മനസ്സിലാവും. അതാണ് ദൈവത്തിന്റെ വലിയൊരു കൃപ. വായിക്കാൻ അറിയില്ല. കാര്യം എന്താ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വചനം കിടക്കുകയാണ്. ആ വചനം നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ മറ്റവന്മാർ വേറിട്ട ചിന്തകൾ ഇത്രയും വചനം വായിച്ചിട്ട് ഇതിനെ എതിർത്തിട്ട് ഒരു നേരമെങ്കിലും അവൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്തത് അവൻ ജ്ഞാനി ആയതുകൊണ്ടാ. എളിമപ്പെട്ട് കർത്താവെ എനിക്കൊന്നും അറിയില്ല, എനിക്കെന്നൊന്ന് പഠിപ്പിക്കണം കർത്താവെ എന്ന് പറഞ്ഞ നിമിഷം എഴുത്തുമാനൊന്നും അറിയണ്ട, ദൈവം പഠിപ്പിക്കും. ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. യേശു പിതാവിനെ എന്ത് വിളിച്ചു എന്ന് മാത്രം നമ്മളിപ്പോ നോക്കിയാൽ മതി. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായം 6-ലും 16-ലും പറയുന്നുണ്ട്, പിതാവേ നീ എനിക്ക് തന്ന നിന്റെ നാമം ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തി. അപ്പൊ പിതാവിന്റെ നാമം പുത്രൻ വെളിപ്പെടുത്തി എന്ന് പറയാണ്. നീ എനിക്ക് തന്ന നാമത്തിൽ ഞാൻ ഇവരെ വഴി നടത്തി, ഇനിയും വെളിപ്പെടുത്തും. അപ്പം പിതാവിന്റെ നാമം, അതെ, അപ്പം പിതാവിന്റെ നാമം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഈ പിതാവിന് യേശു എന്ത് വിളിച്ചു നോക്കണം. സ്നാനപ്പെട്ട് വരുമ്പോഴത്തേക്ക് പിശാച് പരിശോധിക്കാൻ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. മുഖ്യമന്ത്രി പേരല്ല, ആ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് പിണറായി വിജയൻ എന്ന പേര്. അതുപോലെ ദൈവം ഒരു പൊസിഷനും, ആ പൊസിഷനിൽ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ പേര് ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവിനോട് പരീക്ഷിക്കരുത്. അടുത്ത് മറ്റു യേശുവിനെ ഉപദ്രവിച്ചപ്പോഴത്തേക്കും യേശു പറഞ്ഞു, കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കണ്ടോ? അപ്പം മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നപ്പോഴത്തേക്കും മറിയ എന്ത് പറഞ്ഞു? ഞാൻ കർത്താവിന്റെ ദാസി. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ മനസ്സിലാകും ഈ ദൈവം എന്ന കർത്താവ്, യഹോവ എന്ന കർത്താവ് തന്നെയാണ് ഈ യേശു എന്ന കർത്താവ്, രണ്ടുപേരല്ല എന്ന് മനസ്സിലാവും. അപ്പം സ്നാനത്തിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും യേശു 3 ആക്ഷരിക വാക്ക്. ഇപ്പം ബ്രദർ പപ്പയ്ക്കും അമ്മയ്ക്കും പുത്രനാണ്, അച്ഛനും അമ്മയ്ക്കും പുത്രനാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പിതാവാണ്. അപ്പൊ നിങ്ങൾ പുത്രനാണ്, പിതാവാണ്, ഭർത്താവാണ്. നിങ്ങളുടെ പേര് പിതാവൊന്നുമല്ല, പുത്രനൊന്നുമല്ല, ഭർത്താവൊന്നുമല്ല. അപ്പൊ പേരുണ്ട്. അതുപോലെ ദൈവം 3 ഇടപെടലുകൾ നടത്തുമ്പോൾ 3 സ്ഥാനനാമം പറഞ്ഞു. ഈ 3 സ്ഥാനനാമത്തിൽ ഇരിക്കുമ്പോഴും ഓരോ ആത്മീക നാമമുണ്ട്. അപ്പൊ പിതാവായിട്ടും അറിയപ്പെട്ട സമയത്തുള്ള നാമം ഇന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവ് എന്നാണ്. അപ്പൊ പിതാവിന്റെ നാമം കർത്താവ് എന്നാണ് നമ്മൾ ഇന്ന് സ്നാനപ്പെടുമ്പോൾ ഉപയോഗിക്കാനുള്ളത്. അപ്പൊ പിതാവ് എന്ന് തന്നെ ഉപയോഗിക്കുന്നവരാണ് ഭൂമിയിലെ സകല ക്രിസ്ത്യാനികളും. അപ്പൊ ബൈബിളിലേക്ക് കൂടെ അടയാളം ഉണ്ടായിരിക്കണം. പിതാവിന്റെ നാമം കർത്താവ്. അപ്പൊ ഒരു നാമം നമുക്ക് കിട്ടി. അടുത്തിന് പുത്രന്റെ നാമം. അപ്പൊ ഈ പിതാവിന്റെ നാമം കർത്താവ് എന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു, പിതാവാകുന്നു എന്നിലിരുന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പൊ കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് ആര്? ദൈവം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ദൈവം പുത്രനായിട്ട് ഇവിടെ നിൽക്കുമ്പോഴും ഈ പുത്രന്റെ ശരീരത്തിലൂടെ ദൈവത്തിന്റെ പിതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നു, കർത്താവ്. അടുത്ത് പുത്രന്റെ നാമം എന്തോ ഗ്രഹിക്കുന്നില്ല, മറ്റുള്ളവരാരും ഗ്രഹിക്കുന്നില്ല. ഈ ശരീരത്തെ വേറിട്ടാണ് കാണുന്നത്. ശരീരം അവര് ശ്രദ്ധിക്കുന്നത്, ശരീരം മാനുഷികമായ ഒരു ശരീരമാണ് എന്നവർ ചിന്തിക്കില്ല. പക്ഷെ പ്രവൃത്തി ദൈവത്തിന്റെ ആണെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത് പറയുന്നത് എന്തെങ്കിലും സന്ദേശവചനം പറഞ്ഞാലും നിങ്ങൾക്ക് ഇതൊന്നും പറയാനൊന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. തർക്കം എന്താണെന്ന് അറിയത്തില്ല. അടുത്ത് പുത്രന്റെ നാമം പറഞ്ഞുതരാം. ഇതിപ്പം 1-ാം തീയതി വരുന്നത് സ്നാനപ്പെടാനായിട്ട്. ഇന്നലെ രണ്ട് ഫാമിലി വന്നിരുന്നു, ആയിട്ട് വരുന്നത്. അവരെല്ലാം പെന്തക്കോസ്തിൽ ഇരുന്നവരാ. അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വാക്കുകൾ ഉരുവിട്ട് സ്നാനപ്പെട്ടിരുന്നവരാ. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്ന നാമം പിടികിട്ടിയത്. ബൈബിളിൽ നമ്മുടെ സ്നാനം തന്നെയും പാപമോചനത്തിനാണ്. പാപമോചനത്തിന് ആരാണോ പാപമോചന യാഗം ക്രൂശിൽ വരിച്ചത് ആ നാമത്തിൽ ചെയ്യണമെന്ന് ബൈബിളിൽ വ്യക്തമായുണ്ട്. അവന്റെ നാമത്തിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പും യേശുക്രിസ്തു നാമത്തിലാണ്. അപ്പോൾ സ്നാനം പാപമോചനത്തിനാണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച പോരാ. ഇത് പിശാച് 1-ാമത്തെ നൂറ്റാണ്ടിൽ പറഞ്ഞതാണ്. ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുതെന്ന് പിശാചാണ് പറഞ്ഞത്. അപ്പം പുത്രന്റെ നാമം എന്താ? പുത്രന്റെ നാമം ദൈവം തന്നെ പറയണമല്ല. ഗബ്രിയേൽ ദൂതനിലൂടെ ആര് സംസാരിച്ചത്? ദൈവം. കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കും, അതായത് പുത്രനെ പ്രസവിക്കും. പുത്രന്റെ പേര് യേശു എന്നിടണം. അപ്പൊ പുത്രൻ അതെ അല്ല, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് തന്നെ മത്തായി 1:21 പറയുന്നുണ്ട്.
അപ്പൊ ലൂക്കോസ് 1:31 പറയുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ രണ്ട് സ്ഥലത്തും ദൈവമാണ് അരുളി ചെയ്യുന്നത് കന്യകയിലൂടെ, അല്ലെ ഗബ്രിയേൽ ദൂതനിലൂടെ, പുത്രന്റെ നാമം യേശു. അപ്പൊ പിതാവിന്റെ നാമം കർത്താവ് എന്ന് കിട്ടി. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവേ, യഹോവയായ കർത്താവേ, സൃഷ്ടികർത്താവ്. ആ പിതാവിന്റെ ആത്മീക നാമം, പിതാവ് എന്നത് ആക്ഷരികം, ഇപ്പം ബ്രദർ പിതാവ് എന്ന് പറഞ്ഞ പോലെ പിതാവിന്റെ ആത്മീക നാമം കർത്താവ്, പുത്രന്റെ ആത്മീക നാമം യേശു. അതുകൊണ്ടാണ് പിശാച് പോണത്. പുത്രന്റെ നാമത്തിൽ ഭൂതം പോട്ടെന്ന് പറഞ്ഞാൽ ഒരിടത്തും പോവില്ല. യേശു എന്ന് പറഞ്ഞ പിശാചിനറിയാം യേശു ദൈവത്തിന്റെ പേരാണെന്നറിയാം. അതാണ് സാത്താൻ വിട്ടു പോണത്, രോഗം സൗഖ്യമാവുന്നത്, വീര്യപ്രവൃത്തി നടക്കുന്നത്. എന്നാൽ മറ്റോമാര് പറഞ്ഞ യേശുവിന്റെ, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ പിശാച് എന്ത് ചോദിച്ചു? പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, നീ ആര്? അവന്റെ വസ്ത്രം ഉരിഞ്ഞു വിട്ടില്ലേ? അതുപോലെയല്ലേ യവന്മാർ ഇന്ന് പിതാവിന്റെ പുത്രന്റെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആ ആത്മീക വെളിപ്പാടില്ല. വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ഈ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന് മനസ്സിലായി അവനെ തന്നെ പാപസംബന്ധമായി കുഴിച്ചിടുന്നതാണ് സ്നാനം. എന്നിട്ട് ആ നാമം വഴിയായി, ആ യേശു ക്രിസ്തു നാമം വഴിയായിട്ട് മാത്രമേ വെളിപ്പാടിൽ ദൈവം തന്റെ സഭയായി കെട്ടുള്ളൂ. ആ എന്റെ നാമത്തിൽ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ ഈ നാമത്തെ തള്ളിയിട്ട് നാമമല്ലാത്ത 3 വാക്ക് ഉപയോഗിക്കുന്നിടത്ത് എവിടെ നിത്യജീവൻ ലഭിക്കും? അപ്പൊ പുത്രന്റെ നാമം യേശു, അപ്പൊ പിതാവിന്റെ നാമം കിട്ടി കർത്താവ്, പുത്രന്റെ നാമം ദൈവം തന്നെ പറഞ്ഞു യേശു. ഇനി പരിശുദ്ധാത്മാവിന്റെ നാമമോ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതാണ് നമുക്ക് വീണ്ടെടുപ്പിന് നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിനാൽ എഫേസ്യർ 2:30 വീണ്ടെടുപ്പിന് നാൾ വരെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. ഇതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ നമ്മെ മുദ്രയിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേറെ, ക്രിസ്തുവിന്റെ മുദ്ര വേറെയല്ല. പരിശുദ്ധാത്മാവ് എന്നത് ആക്ഷരിക നാമവും അതിന്റെ ആത്മീക നാമം ക്രിസ്തു. അപ്പൊ പിതാവ് എന്നത് ഇപ്പൊ നമ്മളിപ്പോ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതിൽ പറയല്ലേ, അവൻ ക്രിസ്തുവിലൊന്നും അല്ല, അവൻ ക്രിസ്തുവിലാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പരിശുദ്ധാത്മാവിലല്ല സംസാരിക്കുന്നത്. ദൈവസഭയെ പണിയുന്നത് ക്രിസ്തുവിലാണ്. അതാണ് വെളിപ്പാടിലാണ്, അത് പരിശുദ്ധാത്മാവിലാണ്. ഇനി അപ്പോസ്തലന്മാര് ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് എഴുന്നേറ്റ് സംസാരിച്ചു എന്നല്ലേ പറയുന്നത്? മാളിക മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പോസ്തലൻ പറയുന്നത് 4 പറയുന്നത് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചു. ഇതാണ് മറ്റൊരു 2 കൊരിന്ത്യർ 5:17 പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതിന് ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അടുത്തോ പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് ഉപദേശിക്കാൻ അയച്ചിരിക്കുന്നത്. യേശു പറഞ്ഞു ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും, അവന്റെ ഉപദേശം നിങ്ങൾ കേൾക്കണം, അല്ലേ? ഇതാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. അപ്പം ബൈബിളിനകത്ത് ജീവനും മരണവും വെച്ചു, നന്മയും തിന്മയും വെച്ചു, അനുഗ്രഹവും ശാപവും വെച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക നാമവും വെച്ചു, അതിന്റെ ആത്മീക നാമവും വെച്ചു. പുതിയ നിയമസഭ ആത്മീക സഭയാണ്, ജഡീക സഭയല്ല. ജഡീകന്മാർ മുഴുവനും ഇന്നും ജഡീക പേര് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ബൈബിളിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നു ആ സ്നാനം കർത്താവായ യേശു ക്രിസ്തു. പിതാവിന്റെ പേര് കർത്താവ്, പുത്രന്റെ പേര് യേശു, പരിശുദ്ധാത്മാവ് നാമം ക്രിസ്തു. ഇതാണ് വെളിപ്പാട്. ആ ബോർഡ് വെച്ച് സംസാരിച്ചത്, അതാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. അതിനകത്ത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതിനെയാണ് വിശ്വസിക്കേണ്ടെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്തോന്ന്? യേശു പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത് എങ്ങനെ? ഇന്ന് കൈവച്ച പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറയുന്നത് വെറുതെ, ഉപവസിച്ച പരിശുദ്ധാത്മാവ് വരുന്നത് ആ കാലം കഴിഞ്ഞു. അത് ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞതാണ് കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ. ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം അവര് വന്നപ്പം പറഞ്ഞു യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്ന. അപ്പോസ്തലനല്ല പറഞ്ഞത്, അവിടെ ഉള്ളിൽ നിന്ന് ഇതേ കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത്. അതിനി മാറ്റം ഉണ്ടാവില്ല. കർത്താവ് വരുന്നത് വരെയും മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോകുന്നത് വരെ ഈ വചനം ഇനി മാറിപ്പോവില്ല. ഈ പുരോഹിത വർഗം ബൈബിൾ കോളേജ് തുടങ്ങിയിട്ട് ഈ പിശാചിന്റെ ബൈബിൾ കോളേജ് കൊണ്ട് പഠിപ്പിക്കുന്നത് കേട്ടിട്ടാണ് മുഴുവൻ ലോകം തെറ്റിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് യേശു പറഞ്ഞത് ഈ കാലം നോഹയുടെ കാലം പോലെ ആകുമെന്ന്. ഇത് വിശ്വസിച്ചിട്ടാണ് ഇപ്പൊ മുണ്ടക്കയത്തുനിന്ന് വരുന്നത്. മുണ്ടക്കയം നോക്കി ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഒരാൾ സ്നാനപ്പെടാം, 58-60 വയസ്സുള്ള ആളാ ഇവിടെ വരുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലാം ഒരു കാര്യം, ഇല്ലല്ലേ പാസ്റ്റർ ഞാൻ വരാം, എനിക്ക് നിങ്ങളുടെ ആലയത്തിലും വരണം, എനിക്ക് ആ ദൈവനാമം വിളിച്ചിരിക്കുന്ന വചനം കേൾക്കണം, എനിക്ക് അവിടെ വരണം, ഞാൻ ഈ 1-ാം തീയതി സ്നാനം. നല്ല സന്ദേശം, നല്ല ഞാൻ വളരെ ശ്രദ്ധിച്ചു. കാരണം ഞാൻ ഈ നെറ്റിൽ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിലത് കുറച്ചു നേരം കണ്ട് ഞാൻ കട്ട് ചെയ്തല്ലേ. അതെ അതെ, നമുക്ക് ദഹിക്കില്ല, അകത്ത് പിടിക്കില്ല. അത് ശരിയായി. ഇപ്പൊ തന്നെ ഇത് കേട്ടപ്പോ കണ്ടോ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു, എന്നത് പോലെ ഉള്ളം കത്തുന്നുണ്ടോ? ദൈവിക വെളിപ്പാട് കേൾക്കുമ്പോൾ അത് പാറപ്പുറത്തും മുള്ളിനിടയിലും വഴിയരികിലും വീഴുന്നതല്ലാവരുത്. ആ വെളിപ്പാടിൽ നമ്മൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ, ഞാൻ യേശുക്രിസ്തു നാമത്തിലല്ല സ്നാനപ്പെട്ടിരുന്നത്. 45-ാമത്തെ വയസ്സിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, അനേക സഭകളിലൊക്കെ ശുശ്രൂഷിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെട്ടിരുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന. അപ്പോസ്തലൻ പറഞ്ഞ് 19-ാം അധ്യായം വായിച്ചു നോക്കുക. അവിടെ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ ആഗായിലും ശുശ്രൂഷിച്ചിട്ട് വരുമ്പോൾ പഴയ ശിഷ്യന്മാരെ കാണും. അതായത് ഒരിക്കൽ സ്നാനപ്പെട്ട ശിഷ്യന്മാരെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തിനാണ് പരിശുദ്ധാത്മാവ്? മാളികമുറിയിൽ കൂടിയിരിക്കാത്ത
ഈ പൗലോസിനെ ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എന്ന് വെച്ചാൽ ഇതേ പരിശുദ്ധാത്മാവ് തന്നെ മണലാരണത്തിൽ വെച്ച് പഠിപ്പിച്ചു. ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ സ്നാനം നിങ്ങളുടെ കറക്റ്റ് ആണോ? യേശു നമ്മൾക്ക് വേണ്ടി ചെയ്ത ക്രൂശിലെ യാഗം, നിങ്ങൾ ക്രൂശിന്റെ വചനത്തിന് ശത്രുക്കളാണോ? അതോ ക്രൂശിന്റെ യാഗം എന്ന പാപപരിഹാര മാർഗമെന്ന സ്നാനം അടക്ക ശുശ്രൂഷ നിങ്ങൾ ചെയ്തുവോ? ഇല്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും എന്നതുകൊണ്ടും പരിശുദ്ധാത്മാവ് ലഭിച്ചോ എന്ന് അറിയാനാ ചോദിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവോ? അപ്പോഴാണ് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ പള്ളിക്കാരന്മാർ എങ്ങനെ പറയണത്? സ്നാന സമയത്ത് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തേണ്ടത്. അങ്ങനെ അല്ലാതെ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവെന്ന് കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞതെന്ന്. അങ്ങനെ അല്ല പറഞ്ഞത്. എങ്കിൽ അപ്പോസ്തലന്മാരെയും പൗലോസിനെയും നടത്തിയത് രണ്ട് വ്യത്യസ്ത ആത്മാവാകും. ഏക ശരീരമാകുമാറ് നാം എല്ലാം ഒരേ ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു ആത്മാവേ ഉള്ളൂ. ദൈവം എന്ന ആത്മാവാണ് പഠിപ്പിക്കുന്നെങ്കിൽ ക്രൂശിലെ ഇത്രയും വലിയ യാഗം, സ്വർഗത്തിന്റെ ദൈവം ഇറങ്ങി വന്ന് ക്രൂശിൽ യാഗം കഴിച്ചാൽ തള്ളിക്കളയണമെങ്കിൽ ഈ പുരോഹിത വർഗം എവിടെ ഇരിക്കുന്നു? ഇവരല്ലേ എതിർ ക്രിസ്തുക്കൾ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകനും ആ ക്രൂശിലെ യാഗത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരെണ്ണ സ്വർഗത്ത് പോകാതിരിക്കാൻ പിശാച് ഇവരിലൂടെ സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്നെ ഒരുവൻ വന്ന് ഇവിടെ വന്ന് പഠിപ്പിച്ചു. കൊല്ലത്തുള്ളൊരു വ്യക്തി ഇവിടെ വന്ന് എന്നെ പഠിപ്പിച്ചു. പെരുമ്പഴുതൂര് ഇവിടെ വന്ന് പഠിപ്പിച്ചു. എന്റെ ഇപ്പം ബ്രദറിന്റെ ഹൃദയം കത്തുന്നു പോലെ ഹൃദയം കത്തിയപ്പോഴാണ് എനിക്ക് പിടികിട്ടിയ കർത്താവേ, ഈ വെളിപ്പാടിന്മേലാണ് നിൽക്കാൻ. ഈ നാമത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് നരകത്തിൽ പോണെങ്കിൽ അങ്ങ് പോട്ട്. ദൈവം വേറൊരു നാമവും നമുക്ക് നൽകിയിട്ടില്ല. ഞാൻ എന്ന ഭാവം ഇത്രയും പ്രായമുണ്ട്, ഞാൻ പുരോഹിതനാണ്, വീര്യപ്രവൃത്തി ചെയ്തു, പ്രസംഗിക്കാൻ പോണു, പുരോഹിതന്മാണ്, പാസ്റ്ററാണെന്ന് വിളിക്കുന്നു. അതൊന്നുമല്ല എനിക്ക് വലുത്. അതുവരെ വെളിപ്പെടാത്തൊരു വചനം വെളിപ്പെട്ടപ്പോൾ ആ വചനത്തോടൊപ്പം അല്ല ഞാൻ സ്നാനപ്പെട്ടതെങ്കിൽ ഞാൻ ക്രൂശിന്റെ വചനത്തിന് ശത്രുവാണ്, ഇടർച്ച ഉണ്ടാക്കുന്നത്, നിന്ദിക്കപ്പെട്ടവനും അറയ്ക്കപ്പെട്ടവനുമാണ്. അത് മനസ്സിലായപ്പോഴത്തേക്ക് ആ വചനത്തോട് ചേർന്ന ലജ്ജ ഉണ്ടാവും. ആ നിമിഷം മുതൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഭയങ്കര വിശ്വാസി എന്ന് പറയുന്നവര് ഈ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി ദൂഷി തിന്ന പരിഹാസം ഉണ്ട്. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് അവിടെ പൗലോസ് എന്താ പറഞ്ഞു? അപ്പോഴവര് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ടില്ല. അപ്പൊ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? കണ്ടോ? അപ്പൊ നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മ ലഭിക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം. യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. എന്റെ പിന്നാലെ വരുന്നവനെ നിങ്ങൾ അനുസരിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞു. അവനാണ് ക്രൂശിലെ പാപപരിഹാര യാഗം അർപ്പിച്ചത്. ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനമാണ് സ്നാനം. നമ്മളിവിടെ വരുമ്പോൾ ക്ലാസ് കൊടുക്കും. ക്ലാസ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവന് പശ്ചാത്താപ ഹൃദയത്തിലുണ്ടാവും. എന്റെ കർത്താവേ, ഇന്നലെ വരെ ഞാനിത് അറിഞ്ഞില്ലല്ലോ യേശുവേ, ഇന്ന് അറിഞ്ഞു. യേശു ഇതാണ് പറഞ്ഞത്, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴും നിങ്ങൾ അറിഞ്ഞുപോയി, നിങ്ങൾക്ക് പാപം വർദ്ധിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആ പാപപരിഹാര മാർഗത്തിന് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യേശുവിനോടുകൂടെ നാമും മരിച്ചതായി ദൈവം കണക്കിടും. ഇതാണ് റോമർ 6 പറയുന്നത്. യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച നിങ്ങൾ പിന്നെ എങ്ങനെ അതിൽ ജീവിക്കും? യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണം. അവരോടുകൂടെ എന്നല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവല്ല, അവനോടുകൂടെ എന്ന് വെച്ചാൽ അവൻ ഒരുവനേ ഉള്ളൂ ദൈവം. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ കുഴിച്ചിടുന്നതാണ് സ്നാനം. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എങ്കിൽ പുനരുദ്ധാനത്തിൽ ഉണ്ടാകുന്ന പച്ചയ്ക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടു പാപമോചനം ലഭിക്കാത്ത ഒരൊറ്റ വ്യക്തി പുനരുദ്ധാനത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവന്റെ ക്രൂശ് മരണ അടക്കം പുനരുദ്ധാനത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിലും ഏകീഭവിക്കും. റോമർ 6:4 വായിച്ചു നോക്കുക. 4 മുതൽ താഴോട്ട് വായിച്ചു നോക്കുക. ഇത് വായിക്കുന്ന എവരുടെയൊക്കെ ആത്മക്കണ്ണ് അടഞ്ഞിരിക്കുകയല്ലേ? ദൈവകൃപയാല നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരുന്നത്. ആ വെളിപ്പാടിനോട് നിൽക്കുമ്പോൾ, അങ്ങനെ സ്നാനപ്പെടുമ്പോൾ ഇവരെല്ലാം കളിയാക്കും. വീണ്ടും പോയിരിക്കുന്നു സ്നാനം. അതെ, ഞാൻ വീണ്ടും എന്നല്ല, ഒറ്റ സ്നാനമേ ബൈബിളിലുള്ളൂ. അത് കർത്താവ് യേശുക്രിസ്തു നാമത്തിലാണ്. ആ സ്നാനം ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ ഞാൻ ചെയ്തു. അവിടെ പഴിയുണ്ടാവും. ആ നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങളെ സ്നേഹിച്ചതുപോലുള്ളവരല്ല ഈ പള്ളിക്കാർ. ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരും പഴിക്കും. ഇതാ യേശു പറഞ്ഞു, എന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി ദൂഷി നിന്ന പരിഹാസമുണ്ട്. നിങ്ങൾ ദുഃഖിക്കും, അവരോ സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിലുണ്ട്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപപരിഹാര മാർഗം സ്നാനം ചെയ്യാതെ ഒറ്റ വ്യക്തി പുനരുദ്ധാനത്തിൽ ഉണ്ടാകില്ല. എങ്കിൽ അപ്പോസ്തലന്മാരൊക്കെ ഞങ്ങളുടെ വചനം ഒരിക്കൽ ഒന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമല്ല. അപ്പോസ്തലന്മാരോട് സംസാരിച്ച് ഇതേ കർത്താവായ യേശുക്രിസ്തു സംസാരിച്ചത് ആദ്യ നൂറ്റാണ്ടിൽ അത് കഴിഞ്ഞപ്പോ ഇന്ന് 2000 വർഷവും ഇല്ല എന്നാവോ? ദൈവത്തിന്റെ വചനം ഒരു കാലത്തും മാറിപ്പോവില്ല. അന്ത്യനാളിലാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നതെന്ന് ഒരു വ്യക്തിയിലൂടെ അറിയിക്കും. യോഹന്നാൻ കേട്ട 7 ഇടിനാദം തുറന്നത് അന്ത്യനാളിലാണ്. അത് ഇതുപോലെ ഒരു പുരോഹിതല്ല, സാധാരണ ഒരു മനുഷ്യനിലൂടെ ദൈവം അത് തുറന്നു. അങ്ങനെയാണ് ഞാൻ അറിയാനിടയായത്. ബൈബിളിൽ ഉള്ള കാര്യമാണ്. പിശാച് മറച്ചു വെച്ചിരിക്കുന്നത്. മുഴുവൻ ലോകത്തെ സാത്താൻ ചതിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഇത് മനസ്സിലായ വിശ്വാസസ്ഥാനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രാപിച്ചിട്ട് ഇത് പറയണം. അല്ലാതെ താലന്ത് ലഭിച്ചിട്ട് കൊണ്ട് കുഴിച്ചിട്ട ദുഷ്ടദാസനെ എന്ന് വിളിക്കും. എഴുത്തുമായിരുന്നു അറിയുടെ പറയൂ. പാസ്റ്റർ പറഞ്ഞതല്ല, നേരത്തെ ഒരു വിഷയം പറഞ്ഞു, ഞാൻ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം
പഴി, ദുഷി, അപമാനം, നിന്ന എന്നിവരെ ദുഷ്ടനായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതെ, നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ നോക്കുന്നു, പക്ഷെ അവർ നമ്മളെ കാണുന്ന ഒരു ദുഷ്ട രീതിയിലും വാക്കുകളിലുണ്ട്. അതൊരു വേദനയാണ്. അത് പണ്ട് മുതലേ നമ്മളെ ദൈവം പ്രത്യേകിച്ചാണ് വിളിച്ചിരിക്കുന്നത്. അത് വിളിച്ചത് അത് അവരോട് പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ അതൊരു സംശയം ഉണ്ടാവും. ഇപ്പൊ 1000 പേരെ നമ്മൾ ഞാനും ബ്രദറും കൂടെ ചേർന്ന് 1000 പേരെ ദത്തെടുക്കുന്ന വിചാരിച്ചോ. ഈ 1000 പേരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന രാജകീയ പദവിയിൽ അല്ലെങ്കിൽ സ്വർഗീയ ഇടങ്ങളിൽ കൊണ്ടുപോകണം എന്നുള്ള ഇച്ഛയോട് കൂടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എങ്ങനെയാണോ ഒരുവൻ സ്വർഗീയ പ്രവേശനം അതുപോലെ വളർത്താനാണ് 1000 പേരെ നമ്മൾ വിളിക്കുകയാണ്. പക്ഷെ നമ്മൾ ദൈവമാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാം ഇതിനകത്തൊരു 10 മാത്രമേ കറക്റ്റ് അനുസരിക്കും, ബാക്കിയെല്ലാം ബുദ്ധിക്ക് അനുസരിച്ച് മാറിപ്പോകും എന്നും കൂടെ നമുക്ക് അറിയാമെന്ന് മുൻ കാണുന്നു എങ്കിൽ ഈ 10 പേരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ പണ്ടേ എഴുതും. അല്ലാതെ ഈ പുരോഹിതന്മാർ പറയുന്നത് പോലെ ഇന്ന് രാത്രി ആര് യേശുവിനെ സ്വീകരിക്കാൻ മുമ്പോട്ട് ഒരു സ്റ്റേജിൽ നിന്ന് വിളിക്കും, ഇന്ന് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. സാത്താനാണ്, അങ്ങനെയൊന്നും പരിപാടിയൊന്നുമില്ല. ജീവപുസ്തകത്തിലെ പേര് ആര് വരും വരില്ലെന്ന് ദൈവം മുന്നമേ കണ്ടു. അവന്റെ പേര് അന്നേ എഴുതി വെച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പിന്നെ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. യവന്മാരൊക്കെ പറയുന്ന നിമിഷത്താണ് എഴുതി വെക്കുന്നത്. അല്ല, അതൊക്കെ പണ്ടേ. അതാണ് അങ്ങനെ. ഈ 1000 പേരെ വിളിച്ചതിൽ 10 പേരിലൊന്നും നമ്മൾ പെട്ടു. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം എന്ന വിത്ത് ഇടുന്നുണ്ട്, മറ്റവന്മാരുടെ ഹൃദയത്തിൽ ഇടൂല്ല. അവന്മാർക്ക് വചനം ഇപ്പൊ ബ്രദർ തന്നെ പറഞ്ഞില്ല, എനിക്കും അങ്ങനെ തന്നെ. ചില വീഡിയോയിലൊക്കെ കയറി കേൾക്കാം, കുറെ സമയം കഴിയുമ്പോൾ ഒരു അരോചകം, നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല, വേണ്ട ഒരു അപ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ അകത്ത് കിടക്കുന്ന ഒരു ജീവനുണ്ട്, ആ ജീവൻ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ, ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ അവൾ കഴിക്കുന്ന ആഹാരമല്ല ഗർഭിണിയാകുമ്പോൾ കഴിക്കുന്നത്. ഗർഭിണിയാകുമ്പോൾ അകത്തൊരു ജീവൻ വന്നു, ആ ജീവന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ആഹാരം അവൾ പുറത്തേക്ക് ചോദിക്കുകയും പുളിമാങ്ങയും വൈറ്റമിൻ ഉള്ളത് മിനറൽസും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അകത്തെ കുഞ്ഞു വളരുന്നതിനാണ്. അതുപോലെ നമ്മുടെ ഉള്ളിൽ അകത്തെ മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യൻ. അവന് വെളിപ്പാടാണ് ആവശ്യം. അവന് വചനമൊന്നും അല്ല നമ്മൾ പറയുന്നത്. വചനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇത്രയും കാലം നമ്മൾ വായിച്ചല്ലോ. അതിനകത്തെ മർമ്മമാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതാണ് വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ കിട്ടുന്നത്. അപ്പൊ എന്റെ അകത്തെ മനുഷ്യൻ വളരെ എന്റെ വെളിപ്പാടിലാണ്. അതുകൊണ്ടാണ് ചിലത് നമ്മൾ കേൾക്കുമ്പോൾ എത്ര കേട്ടാലും മതി വരില്ല. അയ്യോ വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണ് ദൈവത്തിന്റെ കേൾക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കും. കാരണം മറ്റുള്ള വിഷയങ്ങളിൽ അതിലൊരു വല്ലാത്ത രീതിയിലൊക്കെ മനുഷ്യനെ പ്രോത്സാഹിക്കും. പിന്നെ ഈ സംഘാടകരെ, പിന്നെ ഭാരവാഹികൾ, സംഘാടകരൊക്കെ പ്രോത്സാഹനം അവർക്ക് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് തോന്നുന്നു. കാരണം പിന്നെ ഒരു സുവിശേഷമാണ് ഈ പ്രോത്സാഹനങ്ങൾ കൂടുതൽ. അതായത് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾ, അതിന്റെ അവർക്ക് മുഖ്യസ്ഥാനം കൊടുക്കുന്ന ഒരു രീതി. കർത്താവിനാണല്ലോ മുഖ്യസ്ഥാനം. അപ്പോ ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ ഇവരിങ്ങനെ ഒക്കെ എന്നുള്ള എന്റെ ഒരു തോന്നലുണ്ട്. പക്ഷെ ബ്രദറും പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞല്ലേ സ്ഥാനപ്പെട്ടിരിക്കുന്നത് നേരത്തെ? ഞാന് ബെന്തക്കോസ് സഭയില്ല. അത് പോരാ, ഞാനും അങ്ങനെ ബെന്തക്കോസ് സഭയിൽ ശുശ്രൂഷനായിട്ടിരുന്നതാണ്. പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് മാത്രമല്ല, ഞാൻ സ്നാനത്തിന് അവിടെ ക്ലാസ് കൊടുത്തിട്ടിരുന്ന വ്യക്തിയാണ്. എന്നിട്ട് വലിയ ആത്മകണ്ണ് അടഞ്ഞിരുന്നു, ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരു വ്യക്തി 13 വർഷം മുമ്പ് ഇവിടെ വന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത്, അതെ ബൈബിൾ പറഞ്ഞ് വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. 2 or 3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഈ ബൈബിൾ മൊത്തം നോക്കിയാലും ഒരു വ്യക്തിയെ പോലും സ്നാനപ്പെടുത്തിയതായിട്ട് സ്വർഗം ദൈവം സ്നാനപ്പെടുത്തിയിട്ട് ഒരു വരി പോലും ഇല്ല. സ്നാനപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. അപ്പം ബൈബിൾ പരിശുദ്ധാത്മാവാണ് ശരി. മനുഷ്യൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് നിൽക്കുന്നവൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. ഞാനിനി എങ്ങനെ പോയി യേശുക്രിസ്തു നാമം സ്നാനപ്പെടുന്നത്, ഇവരല്ല എന്നെ എന്ത് പറയുന്ന വെച്ചാൽ അവൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്നവനാ, ദൈവത്തിന് കൊള്ളാവുന്നവനല്ല. ഇതിപ്പോ ഈ സ്നാനം എങ്ങനെയാ? ഇതിപ്പോ ഇതില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. നാമത്തിൽ എന്നല്ല, നാമത്തിൽ തന്നെ. ആ നാമം എന്നത് പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു, ഇതാണ് നാമം. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19 ഈ വാക്യങ്ങളിലൊക്കെ 4 സ്ഥലങ്ങളിലും സ്ഥാനപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നാമത്തിലാണ്. ഇനി കൊലോസ്യർ ലേഖനത്തിൽ എന്ത് പറയുന്നു? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുവേൻ. അപ്പം സ്നാനപ്പെടുത്തിയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് തന്നെ എന്റെയും പറഞ്ഞത്. പക്ഷെ അവിടെ നാമം യേശുക്രിസ്തു നാമം വന്നില്ലല്ലോ. പിതാവിന്റെ നാമം അവിടെ പറഞ്ഞില്ലല്ലോ, പുത്രന്റെ നാമം പറഞ്ഞില്ലല്ലോ. പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. അപ്പൊ ഈ ഇങ്ങനെ സ്നാനപ്പെടുത്തിയതിനു ശേഷമേ വിശ്വാസ മക്കളുടെ ജീവിതത്തിൽ എന്താ മാറ്റം?
അതിന് ഒന്നാമത്തെ തെളിവ് ഞാൻ ഇനി പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം വന്ന് സ്നാനപ്പെട്ട കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് സ്നാനപ്പെട്ടവരുണ്ട്, 1 മാസം മുമ്പ് സ്നാനപ്പെട്ടവരുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ബൈബിൾ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിനകത്ത് ദൈവം ഇങ്ങോട്ട് സംസാരിക്കും, വെളിപ്പാട് തരും. വചനമല്ല, ഇണവചനത്തോടുകൂടെയുള്ള വെളിപ്പാട് ഇങ്ങോട്ട് തരും. ഇതാണ് ഒന്നാമത്തെ അടയാളം, പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന്. ഈ നാമത്തിൽ സ്നാനപ്പെടാതെ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് ബൈബിളിൽ വാക്കില്ല. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാരാ? നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. അത് നമ്മൾ സ്റ്റേജിലോ എവിടെയെങ്കിലും സുവിശേഷം കേൾക്കാൻ പോകുമ്പോൾ വചനം, ഇപ്പൊ തന്നെ ബ്രദറിന് കേട്ടപ്പോൾ ഒരു അഭിഷേകം വന്ന് ഹൃദയത്തിൽ ഒരു കത്തലുണ്ടായി. ഇതാണ് അഭിഷേകം. ഈ അഭിഷേകം നമ്മെ ശരിയായ വെളിപ്പാടിൽ വഴി നടത്തും. വചനത്തിലല്ലേ, വചനം കേട്ടപ്പോഴാണ് നമുക്ക് അഭിഷേകം വന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 8:12 പറയുന്നു, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള നാമം, ആ നാമത്തിന്റെ പ്രാധാന്യം കേട്ടപ്പോൾ അവർ വിശ്വസിച്ചു. 3000 പേർ സ്നാനപ്പെട്ടു. അപ്പൊ ആ നാമത്തിന്റെ പ്രാധാന്യവും, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പാപം മോചിക്കണമെന്നും അതിന് ക്രൂശിലെ യാഗം, ആ പാപപരിഹാര മാർഗം, ഞാനും ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനമെന്ന ആ പാപപരിഹാര മാർഗമെന്ന സ്നാനം ചെയ്യണം എന്ന ബോധം വന്നപ്പോഴാണ് അവിടെ 3000 പേർ കർത്താവ് യേശുക്രിസ്തു സ്നാനമേറ്റത്. അപ്പോൾ ഇത് ഈ ഒരു ഞങ്ങളുടെ വചനം ഒരിക്കലും ഒന്നും മറ്റൊരിക്കലും ഇല്ല എന്നുമല്ല. കർത്താവ് എന്ന് വെച്ചാൽ പിതാവിന്റെ നാമമാണ്. ഇപ്പൊ ബ്രദറിന്റെ പേരെന്താണെന്ന് മറന്നുപോയി. എന്റെ പേര് നകുലൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ പിതാവാണ്, നിങ്ങൾ പുത്രനാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ മോനെ വിളിച്ച് പറയണം, മോനെ നിന്റെ അച്ഛന്റെ നാമം, അച്ഛനെന്നല്ലേ അവരെ വിളിക്കുന്നത്? അതെ. നിന്റെ അച്ഛൻ അല്ലെങ്കിൽ പിതാവെന്ന്, മോനെ നിന്റെ പിതാവിന്റെ നാമത്തിൽ ഒരു മുദ്രപത്രം വാങ്ങിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞാൽ, മൂത്ത മോൻ ചെന്നിട്ട് പിതാവ് തന്നെ എഴുതി വാങ്ങിച്ചോണ്ട് വരും, രണ്ടാമത്തെ മോൻ ചെന്നിട്ട് നകുലൻ എന്ന് എഴുതി വാങ്ങിച്ചോണ്ട് വരും. ഇതാണ് ഇന്ന് സ്ഥാപനം നടക്കുന്നത്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു. നമ്മൾ വെളിപ്പാട് ലഭിച്ചവർ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നു. അപ്പൊ മൂത്ത മോൻ എന്ന് പറയും, എന്റെ അമ്മ അനുസരിക്കാത്തവ എന്റെ അനിയൻ. അതെന്താ? എന്റെ അമ്മ പറഞ്ഞു പിതാവിന്റെ നാമത്തിൽ വാങ്ങിക്കാൻ പറഞ്ഞു, ആ പിതാവ് എന്ന വാക്ക് അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ അമ്മയാണ്, എന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണ്, അമ്മയെ ഞാൻ ധിക്കരിക്കില്ല എന്ന് മൂത്തമ്മ അവകാശപ്പെടുന്നത് പോലെയാണ് ഇവര് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ അമ്മ ഇത് പറയുമ്പോൾ തന്നെ അമ്മ ഒരു കാര്യം കൂടെ പറയാണ്, മോനെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു മനുഷ്യൻ വരും, ആ മനുഷ്യൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന് ആ മനുഷ്യൻ വന്ന് പറയുന്നത് കേട്ടിട്ടാണ് എഴുന്നേറ്റ് പോയി ഈ മുദ്രപത്രം വാങ്ങിക്കാൻ, അതായത് സ്നാനം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, അമ്മ രാവിലെ പറഞ്ഞതും കേട്ടോണ്ട് മൂത്തമ്മ അങ്ങനെ അങ്ങ് പോവുകയാണ്. പിതാവ് തന്നെ എഴുതി വാങ്ങിച്ചോണ്ട് വന്ന്. രണ്ടാമത്തെ മകനോ കാത്തിരുന്ന് വരുമെന്ന് പറഞ്ഞ ആളിന്, അതായത് മാളികമുറിയിൽ കാത്തിരുന്ന് ശക്തി ധൈര്യത്തോടെ ഇരുന്ന് ആ വ്യക്തി വൈകുന്നേരം വന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, എന്താ യേശു പറഞ്ഞത്? പരിശുദ്ധാത്മ വരുമ്പോൾ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. യോഹന്നാൻ 14:26 യേശു പറയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. ആ ഉപദേശമാണ് ക്രിസ്തുവിന്റെ ഉപദേശം, പരിശുദ്ധാത്മാവിന്റെ ഉപദേശം, ക്രിസ്തു. ആ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവില്ല, ദൈവമില്ല. അപ്പം 10 മണിക്ക് ഇറങ്ങിപ്പോയി മോൻ വന്നിട്ട് പിതാവ് എന്ന് വാങ്ങിച്ചു. ഇന്നത്തെ പള്ളിക്കാരന്മാരെല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് തന്നെ പറയുന്നു. പക്ഷെ മാളികമുറിയിൽ കൂടിയിരുന്ന് ശക്തി ലഭിച്ചതുപോലെ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ കൂടിയിരുന്ന് ആ 5 മണിയിൽ ഇരുന്നപ്പോൾ ആ ഉപദേശകൻ വന്ന് പറഞ്ഞ യേശു പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ അമ്മ പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുകയാണ്, മോനെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അതെ പറഞ്ഞു, പിതാവിന്റെ നാമത്തിൽ മുദ്രപത്രം വാങ്ങിക്കാൻ പറഞ്ഞു. ചേട്ടാ അപ്പോഴത്തന്നെ വാങ്ങിച്ചത് പിതാവിന്റെ നാമത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പൊ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഉപദേശകനാണ് പറയുന്നത്, 5 മണി വരെ കാത്തിരിക്കാൻ പറഞ്ഞു. കാത്തിരുന്ന ഉപദേശകനെ കേൾക്കുന്നവൻ മാത്രമേ യേശുവിനെ കേട്ടിട്ടുള്ളൂ, യേശുവിനെ കേൾക്കുന്നവനെ പിതാവിനെ കേട്ടിട്ടുള്ളൂ. ഇല്ലാത്തവൻ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് ലഭിച്ച ഉപദേശകൻ പരിശുദ്ധാത്മാവ്. അവനെ തള്ളിക്കളയുന്നത് മരണകരമായ പാപം. ആ മരണകരമായ പാപം ചെയ്തിരുന്നിട്ടും ഇവരെല്ലാം ദൈവജന എന്ന് പറയുന്നു. ആ ഉപദേശത്തിൽ നിൽക്കുന്ന എളിയ മനുഷ്യരായ, ആർക്കും വേണ്ടാത്ത, എഴുത്തുമായെന്ന് അറിയാത്ത, വെടക്കുന്ന എണ്ണുന്ന നമ്മളാണ് യഥാർത്ഥ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി. ആ നാമത്തെ തള്ളിയില്ല, ക്രൂശിന്റെ വചനത്തെ തള്ളിയില്ല, പഴി ദൂഷി നിന്നാക്കോ എല്ലാം ഉണ്ടാവും. 99% എന്താ 900 കോടി ജനവും എതിർക്കും, 2-3 പേർ മാത്രമേ അനുകൂലിക്കുള്ളൂ. അവനാണ് ദൈവത്തിന്റെ സന്തതി. അപ്പോൾ ഉപദേശകൻ വന്ന് പറയണം, മോനെ നിന്റെ പിതാവിന്റെ നാമത്തിൽ വാങ്ങിക്കാനല്ലേ അമ്മ പറഞ്ഞു. അതെ, അവിടെയാണ് ഹൃദയം തുറക്കുന്നത്. ഉപദേശകൻ വരുമ്പോൾ അവിടെ ലൂക്കോസ് 24 പറയുമ്പോൾ തിരുവചനത്തിനെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ഹൃദയക്കണ്ണ് തുറന്നു കൊടുത്തു. അപ്പോൾ ഈ ഉപദേശകൻ വരുമ്പോൾ ആ ഉപദേശകന് ദയയോടെ, ക്ഷമയോടെ, ആകാംക്ഷയോടെ, എളിമയിൽ ദൈവത്തെ കേൾക്കാനിരിക്കുന്നത് പോലെ ഇരുന്നാലേ ആദ്യം ഹൃദയം തുറന്നു തരുള്ളൂ. ബുദ്ധിയിൽ, ജ്ഞാനത്തിൽ ഞാൻ ഇപ്പൊ തകർത്ത് തരുന്ന മറ്റേ വേറിട്ട ചിന്തകളിൽ പറയുന്നത് പോലെ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാം ആക്ഷേപിച്ച് പറഞ്ഞുതരാൻ തെറ്റുന്നു, അങ്ങനെ ഇരിക്കുന്നവൻ വെളിപ്പെടുത്തി കൊടുക്കില്ല. അങ്ങനെയുള്ളവന് വെളിപ്പെടുത്തി കൊടുക്കില്ല. അവൻ ജ്ഞാനത്തിൽ എതിർക്കാനിരിക്കുന്നവനാ. കർത്താവേ
ഇപ്പൊ ബ്രദറിന് പറയുന്ന നമ്മളൊക്കെ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ ബ്രദറെ, എഴുത്തും ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്നും വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ലോകക്കാരും ബന്ധുക്കളും എല്ലാം വിടക്കുന്നതിന് പൊട്ടൻ എന്ന് പറയുന്നത് നമ്മളെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ അതുപോലെ അങ്ങ് പൊട്ടനാവുക. അങ്ങനെ ഇരിക്കുമ്പോ ഉപദേശകൻ പറഞ്ഞു തരും. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശകൻ വന്ന് പറയാണ്, മോനെ യേശു പറഞ്ഞത്, അതായത് അമ്മ പറഞ്ഞത് പിതാവിന്റെ നാമത്തിൽ വാങ്ങിക്കാനാണ്, പിതാവ് എന്ന് വാങ്ങിക്കാനല്ല. മോന്റെ പിതാവിന്റെ നാമം അവൻ ഞാൻ അച്ഛ എന്നാണ് വിളിക്കുന്നത്. മക്കളെ അതല്ല, ആ വ്യക്തിക്കൊരു എഴുത്തുകുത്ത് നാമമുണ്ട്, സർക്കാരിൽ അധികാരപ്പെടുത്തിയത്. അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്വർഗം അധികാരപ്പെടുത്തിയ ഒരു നാമമുണ്ട്. അതുപോലെ ഈ ലോകത്ത് അധികാരപ്പെടുത്തിയ ഒരു നാമമുണ്ട്. അതെന്താണ് മോനെ? ഞാൻ പറഞ്ഞുതരാം. അത് നകുലൻ എന്നാണ്. അപ്പോഴാണ് മോൻ, ശരിയാണല്ലോ, ഈ നകുലൻ എന്നത് എന്റെ അച്ഛന്റെ പേരാണല്ലോ, എന്റെ അച്ഛന്റെ പേര് നാമത്തിലല്ലേ വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പൊ ഉപദേശകനെ ശ്രദ്ധയോടെ കേട്ട് ഇവൻ യേശുവിന്റെ അറ്റസ്റ്റേഷൻ എന്താണ്, അതായത് യേശു പറഞ്ഞത് സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന് എന്റെ ബുദ്ധിക്ക് വിരുദ്ധമെന്ന് തോന്നിയാലും യേശു അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. അവിടെ പറഞ്ഞതിൽ വ്യത്യസ്തമെന്ന് തോന്നിയാലും ഇവനെ കേൾക്കുന്നവനാണ് യേശുവിനെ കേൾക്കുന്നതെന്നും യേശുവിനെ കേൾക്കുന്നവനാണ് ദൈവത്തെ കേൾക്കുന്നതെന്നുള്ള വചനങ്ങളെല്ലാം മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ ബുദ്ധിക്കും ലോകത്തൊക്കെ നോക്കുമ്പോൾ, അതായത് നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ ഈ സഭകളെല്ലാം പിതാപുത്രൻ പരിശുദ്ധാത്മാവ്. നോഹയുടെ കാലത്ത് മഴ പെയ്തിട്ടില്ല, ഭൂമിക്ക് അടിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് ജലമെടുത്തത്. അതുപോലെ വിരുദ്ധമാണ്. കിഴക്ക് പടിഞ്ഞാറ് അകലമായിരിക്കുന്നത് പോലെ ഇവിടെ അകലമാണ്. പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്നാണ് ഭൂമി മുഴുവൻ സ്നാനപ്പെട്ടിരിക്കുന്നത്, എല്ലാം ദൈവമക്കൾ. പക്ഷെ യേശുക്രിസ്തു നാമത്തിലെ നമുക്ക് കാണാൻ പോലും ഒരാളില്ല, ഇവിടെ അവിടെ എവിടെയൊക്കെ 1-2 ഉള്ളൂ. എന്നാലും ഈ കാലത്ത് ഞങ്ങളുടെ ഊവ് എന്ന വചനം അന്നും ഊവ് തന്നെ ആയിരുന്നു. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നകുലനാണ് പേര്. അപ്പോഴാണ് ആത്മക്കണ്ണ് തിരുവഴുത്ത് തിരിച്ചറിയേണ്ടതിന് അവിടെ ഹൃദയക്കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ നകുലൻ രണ്ടാമത്തെ മോൻ ചെന്ന് വാങ്ങിച്ചോണ്ട് വരും. വാങ്ങിച്ചോണ്ട് വരുന്നത് ആ നിമിഷം മുതൽ ഇവർ തങ്ങളിൽ യുദ്ധമായിരിക്കും. ഇല്ലേ ബ്രദർ? മൂത്തവൻ പറയും അമ്മ അനുസരിച്ച് ഞാനാണ്, അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ച് ഞാൻ പിതാവെന്ന് എഴുതി വാങ്ങിച്ചു. മോൻ പറയും, രണ്ടാമത്തവൻ പറയും ഒരു ഉപദേശകൻ വരുമെന്ന് അമ്മ എന്നെ പറഞ്ഞിട്ട് പോയല്ല, അതുവരെ കേട്ടിരുന്നിട്ട് അല്ലേ, എടാ നമുക്കത് പിതാവല്ലേ, പിതാവ് എന്നല്ലേ ഞാൻ എഴുതി വാങ്ങിച്ച, അമ്മ പിതാവ് എന്നല്ല അക്ഷരമല്ലേ വാക്കല്ലേ ഉപയോഗിച്ചത്. ഇത് നകുലൻ എന്ന് പറഞ്ഞ അമ്മ ആ പേര് ഉപയോഗിച്ചില്ലല്ലോ. പക്ഷെ അമ്മ പറഞ്ഞല്ലോ, വൈകുന്നേരം വരുന്ന ആള് അമ്മ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുന്നു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവസാനം വരെ ഇന്ന് നോക്കല്ലേ, റാപ്ചർ വരെ ഇവിടെ ഇത് തന്നെ ആയിരിക്കും. നമ്മൾ അപവാദം പറയുന്നവരാ. റാപ്ചറിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് കർത്താവ് നോക്കുമ്പോ എന്റെ നാമം, നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. എന്റെ പാപം മോചിക്കണമെങ്കിലും യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽക്കണം. യേശു പറഞ്ഞു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവിൻ. നമുക്ക് വിശുദ്ധനാകാൻ ഒറ്റ നാമം, ഒരു പാപപരിഹാര മാർഗം, യാഗം, ക്രൂശിലെ യാഗം, ഒറ്റ യാഗം ചെയ്തു നിൽക്കുന്ന നമ്മൾ അന്ന് ന്യായസ്ഥാനത്തിൽ 2 പേരെയും കൊണ്ടുവരും. അതാണ് മത്തായി 22 പറയുന്നത്, വിവാഹ വസ്ത്രം ഉള്ളവനും ഇല്ലാത്തവനും അവിടെ ഉണ്ടായിരുന്നു. വിവാഹ വസ്ത്രം എന്താണ്? വസ്ത്രം എന്താണ്? വചനമാണ്. മണവാട്ടി എന്ന വചനം എന്ന വസ്ത്രമാണ് നീതിയുടെ വസ്ത്രം. അവിടെ ചെല്ലുമ്പോൾ ന്യായാധിപൻ ചോദിക്കും, അപ്പൊ നിങ്ങളുടെ 2 മക്കൾ എഴുതിയിരിക്കുന്ന പ്രമാണം കൊണ്ട് ആ ഭാഗോടമ്പടി എല്ലാം എഴുതി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ സബ് രജിസ്ട്രാർ ചോദിക്കും, അതുപോലെ സ്വർഗം ചോദിക്കും, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതെ. നിങ്ങളുടെ പ്രമാണം തരൂ. നോക്കുമ്പോൾ പിതാവ്. മൂത്തന് ചോദിക്കും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശരി, ഈ പിതാവിന്റെ പേര് പിതാവെന്നും പുത്രന്റെ പേര് പുത്രൻ എന്നും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മ തെളിയിക്കുന്ന വചനം തരൂ. ബബ്ബാന്നാവും. അദ്ദേഹം പറയുക പിതാവ് പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, പുത്രൻ പറഞ്ഞല്ലോ പുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞല്ലോ. ശരി, അവിടെ ഇരിക്കട്ടെ. അടുത്ത മോനെ വിളി. രണ്ടാമത്തെ. അപ്പം അമ്മ പിതാവ് എന്ന് പറഞ്ഞു, നിങ്ങൾ നകുലൻ എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ഈ പിതാവിന്റെ നാമം നകുലൻ തെളിയിക്കുന്ന ആധാരം നിങ്ങളിലുണ്ടോ? അതെ, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. ഈ ലോക സംബന്ധമായിട്ട് ഇങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നാമമുണ്ട് നകുലൻ. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തേനെ ദൈവം ഉപേക്ഷിക്കും. കാര്യം എന്താ? ദൈവം സ്വർഗം ഭൂമിയിൽ നൽകിയ ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു. ഈ വാതിൽ വഴിയായി കടക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. വേറെ വഴിയായി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനും അത്രേ. അപ്പൊ ഈ നകുലൻ എന്ന പേരാണ് യഥാർത്ഥം എന്നതുപോലെ തന്നെ അതാണ് അപ്പോസ്തലർ പറഞ്ഞത് 4:12 പറഞ്ഞത്, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. അന്നത്തെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, നിയമപാലകർ, രാജാക്കന്മാർ, ഇവര് 5 വാക്യം താഴെ, അപ്പോസ്തലർ പറഞ്ഞത് 4:12 പറഞ്ഞത്, 5 വാക്യം താഴെ ഈ മഹാപുരോഹിതൻ എഴുന്നേറ്റ് പറയാണ്, ഈ നാമം ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോട് ഈ നാമം ഇനി മിണ്ടരുത്. ഇത് ശത്രുവിന്റെ പിശാചിന്റെ നദി എന്ന് പറഞ്ഞതല്ലേ? എന്തോ? അല്ല ബ്രദറെ, ഞാനിപ്പോ ഇത് ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞത് ഇതാണ്.
അതെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകിക്കോ. ആമേൻ. അതെ, ഇതിങ്ങനെ അത് ബ്രദറിൽ ഇനി വരും, ഇനി നോക്കിക്കൊള്ളണം. എനിക്ക് പണ്ട് ഇങ്ങനെയൊന്നും വരില്ല. ബ്രദറും ഇതേ പരിശുദ്ധാത്മ പ്രാപിച്ച് യേശുക്രിസ്തു സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മ ലഭിച്ചാൽ നോക്കൂ, നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങളുടെ നാവിൽ നൽകുന്ന. നമ്മൾ പഠിച്ചതൊന്നുമല്ല വരണത്, ദൈവം സംസാരിക്കും, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ബ്രദറെ, ഇന്ന് സ്നാനം യേശുക്രിസ്തു നാമത്തിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടോളണം. 1-ാം തീയതി സ്നാനമുണ്ട് ഇവിടെ, ഒരു 6-7 സ്നാനം ഉണ്ടാവും 1-ാം തീയതി. 1-ാം തീയതി 2-ാം തീയതി ഞായറാഴ്ച വരുന്നത്, 2-ാം തീയതി ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ വരുന്ന ഞായറാഴ്ച, വെള്ളിയാഴ്ച തിരുവല്ലായില് ഈ ചത്തങ്കോടിന്റെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ബ്രദറെ, ഞങ്ങൾ അവിടെ പോകാതിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ട് ട്രാക്ട് കൊടുത്ത് അവിടെ പോയിട്ട് കാര്യമല്ല. കർത്താവിന്റെ നാമത്തെ നിഷേധിച്ച് നിൽക്കുന്നവരാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ മൂത്തമ്മൻ വളരെ ശക്തിയോട് പറയാം അമ്മ അനുസരിച്ച്, അതുപോലെ അവർ നിൽക്കുകയാണ്, വെളിപ്പാടിലല്ല. അവിടെ പോയി വെളിപ്പാടില്ലാത്ത വചനം കേട്ടിട്ടും കാര്യമില്ല. ഞങ്ങളിപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയി കുമ്പനാട് കൊണ്ടുവന്ന് ഞങ്ങൾ 20,000 ട്രാക്ട് കൊടുത്തു. ഈ ഇവിടെ ചർച്ച് ഓഫ് ഗോഡിന്റെ പോയി, തിരുവല്ലയിലും പോയി, അവിടെയൊക്കെ ഞങ്ങൾ പോയി ട്രാക്ട് കൊടുത്തതാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. മാരാമണിൽ പോയി, ഇനിയിപ്പോ അടുത്ത മാസം മാരാമണിൽ പോവേണം നമ്മള്. അവിടെ ആലുവയിൽ, എറണാകുളത്തിന് അവിടെ പോയി കുരിശുമലയിൽ പോയി 2-3 ദിവസം തങ്ങി ഞങ്ങൾ ട്രാക്ട് കൊടുത്തു. ഞങ്ങൾ കൊടുക്കുന്ന ട്രാക്ട് മറ്റേ പെന്തക്കോസ്തുകാർ കൊടുക്കുന്ന ട്രാക്ട് അല്ല. ഞങ്ങൾ കൊടുക്കുന്നത്, ഇപ്പൊ ഞാൻ ബ്രദറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്തായി 13:30 യേശു പറഞ്ഞു, ഗോതമ്പിനെ അന്ത്യനാളിൽ കളപ്പുരയിൽ ശേഖരിക്കണം. ഈ സഭകൾക്കിടയിൽ ഇരിക്കുന്നതിൽ ഒറിജിനൽ സീഡ് ഉണ്ട്. നമ്മളൊക്കെ ഇതിനകത്തിരുന്ന് പഴി കേട്ടിട്ട് അതൊരു പ്രത്യേകതയാണ്. അവിടെ ഇരുന്ന് ഇതൊന്നും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടില്ലെങ്കിലും അറിഞ്ഞതിന്റെ വെളിപ്പാടിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ശത്രുവാവയാണ്. അങ്ങനെ ഇരിക്കുന്നവരാണ് ഗോതമ്പ്. ആ ഗോതമ്പിന് അന്ത്യനാളിൽ വെളിപ്പാടുള്ള സഭയിൽ, അതാ യേശു യോഹന്നാൻ 10 പറഞ്ഞത്, എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഈ സംഘടനാ സഭയിൽ മതത്വ സംഹിതകളിൽ ഇരിക്കുന്ന ഈ IG, APC, ഷാരോൻ, കത്തോലിക്ക, മാർത്തോമ, CSI, പെന്തക്കോസ്ത് ഇവരെ അല്ല ഇരിക്കേണ്ടത്. ഇതാണ് യോഹന്നാൻ സ്നാപകൻ യേശു വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്തത്. അവിടെ നിന്നിരുന്നതിൽ വിശ്വസിക്കുന്നതിനെ വിളിച്ച് സ്നാനപ്പെടുത്തി യേശുവിന്റെ കൂടെ കൂട്ടി. യേശുവിന്റെ കൂടെ വെറുതെ വന്ന് സ്നാനമേറ്റവരുണ്ടായിരുന്നു. യേശുവിനെ അനുസരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞവർ യേശു ചെയ്തപ്പോൾ നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അതുപോലെ ഇവിടെയും വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഈ സ്വർഗം നമുക്ക് നൽകിയ നാമപ്രകാരം സ്നാനപ്പെടുന്നവൻ മാറണം. പിന്നെ അവിടെ ലഭിക്കേണ്ട മന്ന വേറെയാണ്. അത് വെളിപ്പാട് 3:22 പറയുന്നു, ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതെ, ഇപ്പൊ ഈ വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് വാതിൽ തുറന്നാൽ കർത്താവ് നിങ്ങളുടെ അകത്ത് വരുന്ന, ഞാൻ അവന്റെ അകത്ത് എന്നിട്ട്, അതായത് സ്നാനത്തോടു കൂടി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ട് ആ പരിശുദ്ധാത്മാവാണ്, ഞാൻ അവനോടും അവൻ എന്നോടും ആഹാരം കഴിക്കുമെന്നല്ല, അത്താഴം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഉച്ചത്തുള്ളതല്ല, അവസാനത്തെ, അതായത് യേശു വരുന്നതിന് തൊട്ട് മുമ്പ്, ഇതാണ് സന്ധ്യാസമയം. ഈ അവസാന സമയം അടുത്ത് കർത്താവ് വരുന്നതാണ് നേരം പുലരുന്നത്. അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതിരിക്കുന്നത് പോലെ പകലുമല്ല രാത്രിയുമല്ല മങ്ങിയിരിക്കുന്ന ഈ സഭകൾ പഠിപ്പിക്കുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതിരിക്കുന്ന മങ്ങിയൊരവസ്ഥയാണ് 4ാമത്തെ കുതിര. ആ കുതിരയുടെ അവസ്ഥയിൽ നിന്നാണ് ചെറു വെളിച്ചമാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഈ ചെറു വെളിച്ചമാണ് ദൈവത്തിന്റെ വെളിപ്പാട്. ഇത് നമ്മളെ വലിയ വെളിച്ചത്തിലേക്ക് എത്തിക്കും, കർത്താവ് യേശു ക്രിസ്തുവിലേക്ക്. അങ്ങനെ കർത്താവ് അകത്ത് വരുമ്പോൾ ഞാൻ അവനോടും അവൻ എന്നോട് അത്താഴം, അവസാനത്തെ ആഹാരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വസ്ഥതയിലേക്ക്, രാത്രി കിടക്കാൻ പോകുന്നത് പോലെ നമ്മൾ സ്വസ്ഥതയിലേക്ക് പോകുന്ന 1000-ാം ആണ്ട് വാഴ്ച. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മർമ്മം മുഴുവനും മറച്ചു വെച്ചിട്ട് പോയി അന്ത്യനാളിലാണ് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ ഓടി നടന്നിട്ട് കാര്യമില്ല ബ്രദർ, അത് പാഴാണ്. നമ്മളൊക്കെ ഓടി നടന്നു, ഞാനൊക്കെ ഓടി നടന്ന് പിന്നീട് പറയാം ഒരു ദിവസം. തിരുവല്ലയിലും കോട്ടയത്തും പാലക്കാടും തൃശ്ശൂരും എല്ലാം ധ്യാനത്തിന് 6-7 ദിവസത്തെ ധ്യാനത്തിനൊക്കെയാണ് കൂടാൻ പോണത് ഞാൻ പണ്ട്. പക്ഷെ ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ മനസ്സിലായത് എല്ലാം ദുരുപദേശമെന്ന്. കേട്ടത്തോളം ഞാൻ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നെങ്കിലും സത്യത്തിന്റെ വചനം ഇതേലെ ഉപദേശിച്ചു കൊടുത്ത് ദാസ്ഥാനപ്പെടുത്തി നിഷ്കളങ്കരായവരെ ദൈവസന്നിധി നിർത്തുക. കാരണം ഈ നല്ല ഉപദേശങ്ങൾ കേൾക്കുകയും മാത്രമല്ല ഇതുപോലെയൊക്കെ കൊടുക്കാനായിട്ടൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് സമയം കൊണ്ടുപോയി ആരാധനയും കഴിഞ്ഞ് മടങ്ങി പോകുന്നു. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ആരും ഇതിനെക്കുറിച്ച് ധ്യാനിക്കൊന്നുമില്ല, ആ ചിന്തയില്ല, ജീവിതമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു ആത്മാവിന്റെ ദൈവിക സന്തോഷം, അല്ലെ കർത്താവിന്റെ സമാധാനം ഇവരിലാരെങ്കിലും ഇല്ല. കർത്താവിന്റെ കർത്താവ് യേശു കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ തന്നിച്ച് പോകുന്നു, ലോകം തരുന്നത് പോലെ. ഈ സമാധാനം നമ്മളിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് പോലും ഇന്ന് വിശ്വാസികൾക്ക് അറിയാൻ പാടില്ല. എന്താ ഇതിന്റെയൊക്കെ സാമ്യങ്ങളെന്ന്, എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്ന് എനിക്കും പിടികിട്ടുന്നില്ല. ഇപ്പൊ കേട്ടുവന്നിടത്തോളം
നിങ്ങളുടെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് കർത്താവിന്റെ തിരുവചനത്തിലും അത് പറഞ്ഞത് നിങ്ങളിൽ ഒഴുകും ബ്രദർ. നിങ്ങളും കർത്താവ് ലജ്ജിക്കരുത്. ലജ്ജ ഉണ്ടെങ്കിൽ മനുഷ്യന് പ്രീതിപ്പെടുത്തുന്നു. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്ഥാനപ്പെടണം. ഒഴുകിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ അതെ. ഇതാണ് ജീവജലത്തിന്റെ നദി എന്ന് പറയുന്നത്. കർത്താവിന്റെ വചനം ഹൃദയത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കറക്റ്റ് നിക്ഷേപമായി, അത് നിങ്ങളുടെ ഹൃദയത്തിൽ കറക്റ്റ് നിക്ഷേപമായി വീഴുന്നത് കൊണ്ടാണ് കർത്താവ് നൽകുന്നത്. അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകുകയാണ്. ആ വെളിപ്പാടിനെ പിന്നെ തള്ളിക്കളയരുത്. മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിലും വീഴുമ്പോൾ തള്ളിക്കളയരുത്. ആ നാമത്തിൽ സ്നാനം ഏൽക്കണം. അപ്പോൾ അത് മുതലാണ് ചേഞ്ച്. അതുവരെ ഒരു നല്ല സന്ദേശം എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് അതെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയല്ലേ. വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആരാ സത്യസന്ധനെന്ന് കണ്ടുപിടിക്കാനായിട്ട് അതെ, ഞാനും പണ്ടിങ്ങനെ അത് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. ആത്മാവിൽ ദരിദ്രനായവൻ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ നമ്മൾ ദരിദ്രനല്ല. അവരോട് കൂടെ സഞ്ചരിക്കാനും പോകാനും വലിയ താല്പര്യമുണ്ട്. ഇവിടെ ഈ പണം സത്വം സൗഭാഗ്യങ്ങളും ബിസിനസ്സും അല്ല വലുത്. ദൈവജനത്തോടു കൂടെ നല്ല സന്ദേശത്തോടു കൂടി നല്ല ഉപദേശത്തോടു തീർന്നു. കാലം അവസാനം ഏകദേശം തീർന്നു. ഇസ്രായേൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടറിയാം. കർത്താവ് വരാൻ സമയമായി. ആ ഗാസ നിർജ്ജനമാകും എന്നുള്ള വചനങ്ങളൊക്കെ കണ്ട ആമോസ് 3:7 പറയുന്നത്. അതല്ലാതെ 2000 അല്ല, അവർക്ക് ഒരുക്കി കൊടുത്തതിന്റെ അന്ന് മുതൽ ഇന്ന് വരെയും അവിടെ ജനമുണ്ട്. ഇപ്പോഴല്ലേ ജനമില്ലാതായത്, നിർജ്ജനമായത്, തീയമ്പുകൾ അയക്കുന്നത് എല്ലാം. എന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് അത് കേട്ടോണ്ടിരുന്നപ്പോഴത്തെ ഞാൻ ചിന്തിച്ചു പോയത് വേറെ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ ജീവജല നദി ഒഴുകും എന്ന് പറഞ്ഞ ഇതാ വചനമാണ്. വചനം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ബ്രദർ തിരുവല്ല വരെ പോകാതെ ഒന്ന് ശ്രമിക്കും, ഇങ്ങോട്ടൊന്ന് വരാമോ? അതാ ഞാൻ അങ്ങോട്ട് വരട്ടെ. നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ആ സ്നാനം ആവശ്യമാണ് ബ്രദർ. ഇനി വേറെ വാക്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെറ്റായ മന്ന കഴിക്കാൻ മറ്റു കൂട്ടരടുത്ത് പോകാനും പാടില്ല. അതുകൊണ്ട് വിശ്വസിച്ചതിന് ശേഷം, കാര്യം എന്താ, യേശു വ്യക്തമായി പറയുന്നുണ്ട്, വിളിച്ച് പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ജീവന്റെ വചനവും മരണത്തിന്റെ വചനവും കഴിക്കാൻ പറ്റില്ല. വചനം വെച്ചാൽ ദുർവ്യാഖ്യാനം മരണത്തെ കൊണ്ടുവരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ അല്പം രാവിലെ വന്നാൽ നമുക്ക് അല്പം നേരം ഇരുന്ന് സംസാരിക്കും. എന്ന് പറ്റും? നാളെ വന്നാലും കുഴപ്പമില്ല. നാളെ രാവിലെ രാവിലെ 9 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ തിരിക്കാം. ഓക്കെ. അപ്പൊ രാവിലെ വന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പോ വ്യാഴാഴ്ച ചെറിയ ബിസിനസ് ഉള്ളതാണ്, ചായക്കടയാണ്. രാവിലെ ഒന്നുമില്ല, വൈകിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയമുണ്ട്. അപ്പൊ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഞാനും ഇവരുടെ കൂടെയൊക്കെ പോകുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ പോയി. അവിടെ ചെന്ന് അവിടെയൊക്കെ സ്ഥലങ്ങളിൽ കണ്ട് അവരുടെ കൂടെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിച്ച് പോകുന്നു. ഞാനിതിലൊക്കെ ഒരുപാട് ഓടിയത് 7 ദിവസം ധ്യാനത്തിനൊക്കെ എത്രയോ കാലം കൊണ്ട് പോകണമെന്ന് അറിയാമോ? തൃശ്ശൂര്, അന്യഭാഷകളാണ് അവരുടെ ഏറ്റവും കൂടുതൽ. അങ്ങനെ അന്യഭാഷ ഇത് ശരിയാണോ ഇവർ പറയുന്നത്? അല്ല, ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ മൗനമായി ഇരിക്കട്ടെ എന്നല്ലേ വചനം പറയുന്നത്? ഞാനും ഒരു കൂട്ട നിലവിളിയല്ലേ? സുവിശേഷകന്റെ അടുത്ത് ഞാൻ കയറി ഓടാക്കി. കാരണം 2-3 ആഴ്ചക്ക് മുമ്പേ ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് മനസ്സിലായി താൻ താങ്കളുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ഇവർ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇവർക്കുണ്ടെങ്കിൽ പറയാം അത് ആഫ്രിക്കയിലെ ഭാഷയാണ്, ആർക്ക് മനസ്സിലാവും? അവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ എന്ന്. അന്യഭാഷ കൊടുത്തിരിക്കുന്നത് ആത്മീക വർധനവനാണ്. അപ്പൊ ഇവരുടെ അന്യഭാഷയായിട്ട് ആർക്ക് ആത്മീക വർധനവ്? ഒരു വ്യാഖ്യാനിതാവ് ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. വ്യാഖ്യാതാവ് ഉണ്ടോ ഇവർ പറയുന്ന അന്യഭാഷയ്ക്ക്? അപ്പൊ നാളെ രാവിലെ സംശയങ്ങളുള്ള വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. കർത്താവ് സഹായിക്കും. ബ്രദറെ വാട്സപ്പ് എന്റെ വാട്സപ്പ് നമ്പർ 988091503866. എന്റെ വാട്സപ്പ് ബ്രദർ ഒന്ന് വാട്സപ്പ് എടുത്താലേ ഇത് കുറച്ച് ലിങ്കുകളും കൂടെ അയച്ചു തരാമായിരുന്നു. അതെ, ബ്രദർ ഇങ്ങോട്ട് വന്നതിന് ശേഷമേ ശരി. എനിക്ക് എടുക്കാനും വിളിക്കാനൊന്നും അറിയത്തില്ല. കൊച്ചെടുത്തിട്ട് എല്ലാം കൂടെ കട്ടാക്കിട്ടയക്കുന്നു. ശരി, ഞാൻ നാളെ വരും. അത് പഠിച്ചിട്ടയക്കുന്നു. അപ്പൊ അതിനൊക്കെ അത് പറ്റിയും പറിച്ചൊക്കെ എല്ലാം കളഞ്ഞു. എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ശരി, കർത്താനിക്കട്ടെ. അപ്പൊ നാളെ രാവിലെ കേട്ടോ 9 മണിക്ക് ഇറങ്ങുന്നത് ഞാൻ വിളിക്കാം. ഓക്കെ, കർത്താനിക്കട്ടെ. ആമേൻ.